നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നിശ്ചിത ഡെസിബലിന് മുകളിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉച്ചഭാഷിണികളുടെ ഉപയോഗം സുപ്രീം കോടതി നിരോധിച്ചതാണ്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഇത് കർശനമായി നടപ്പാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമ ബംഗാളിലെ BJP സർക്കാർ നിശ്ചിത പരിധിയിൽ കൂടുതൽ ശബ്ദമുള്ള ഉച്ചഭാഷിണികൾ നിരോധിക്കുന്ന നിയമം ഇപ്പോൾ കർശനമായി നടപ്പാക്കുകയാണ്. ആരാധനാലയങ്ങളാണ് ഇത്തരം ഉച്ചഭാഷിണികൾ വ്യാപകമായി അവിടെ ഉപയോഗിക്കുന്നത്. മുസ്ലിം പള്ളികളിലെ ഉച്ചഭാഷിണികളെ ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന ആരോപണത്തിന് പള്ളികളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഉച്ചഭാഷിണികളുടെ കണക്കു നൽകിയാണ് സർക്കാർ മറുപടി നൽകുന്നത്. നിയമം നടപ്പാക്കുന്നതിൽ വിവേചനമുണ്ടെങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം. പള്ളിയോ അമ്പലമോ പുതിയ ട്രെൻഡായ DJയോ എന്നതല്ല വിഷയം. എവിടെയായാലും രാജ്യത്ത് നിയമം പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. ഒപ്പം വിവേചനമില്ലാതെ നിയമം നടപ്പാക്കാൻ സർക്കാരുകളും തയ്യാറാകണം. കേരളത്തിലെ അവസ്ഥ എടുത്താൽ താരതമ്യേന മെച്ചമാണ് എന്ന് പറയാം. പണ്ട് നാട്ടിൻപുറങ്ങളിൽ സ്ഥിരം കാഴ്ചയായിരുന്ന 1 കിലോമീറ്റർ അകലെ വരെ ശബ്ദം കേൾക്കുന്ന കോളാമ്പികൾ ഏറെക്കുറെ ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സ്പീക്കറുകൾക്കുള്ളിൽ കോളാമ്പികൾ വെച്ചുള്ള കള്ളക്കളികൾ ചിലയിടങ്ങളിലെങ്കിലും നടക്കുന്നുണ്ട്. ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ ഉച്ചഭാഷണി വെക്കുന്നവർക്ക് പറയാൻ പല ന്യായങ്ങളും കാണും. ദൈവത്തിൻ്റെ പേര് മുതൽ ആഘോഷങ്ങളുടെ മറ വരെ അതിനവർ നിരത്തും. പക്ഷേ കിടപ്പ് രോഗികളും പ്രായമായവരും പഠിക്കുന്ന കുട്ടികളുമെല്ലാം എല്ലാ നാട്ടിലും ഉണ്ടാവും. സഹിക്കാനാവാത്ത ഉയർന്ന ശബ്ദം അവരിലുണ്ടാക്കുന്ന അസ്വസ്ഥത എത്ര വലുതാണെന്നത് ഓർക്കണം. എന്തിന് വളർത്തുമൃഗങ്ങൾക്ക് ഇത് മനുഷ്യൻ്റെ അത്ര പോലും സഹിക്കാനാവുന്നില്ല എന്നതും ഓർക്കണം. പലപ്പോഴും പരാതി നൽകിയാലും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളാണെങ്കിൽ അത് തടയാൻ പോലീസ് മടിക്കും. അനുഭവിക്കല്ലാതെ മറ്റു വഴിയില്ലെന്ന അവസ്ഥയിലാകും സാധാരണക്കാർ. എത്ര ദൂരത്തിൽ പരിപാടിയുടെ മൈക്ക് എത്തുന്നോ അത്രയും ഉത്സവത്തിന് പൊലിമ കൂടുമെന്ന മൂഢവിശ്വാസമുള്ളവരാണ് പല കമ്മിറ്റിക്കാരും. നേരെ പുലർന്നാൽ രാത്രി വൈകും വരെ നീളുന്ന ഉച്ചഭാഷിണി ഉപയോഗം എത്രത്തോളം അസഹനീയമാണെന്ന് ഇവർ അറിയുന്നില്ല. അമ്പലമെന്നോ പള്ളിയെന്നോ ക്ലബ്ബെന്നോ നോക്കാതെ ഉച്ചഭാഷിണി നിയന്ത്രണം കർശനമായി നടപ്പാക്കേണ്ടേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഫാദർ സാമുവലാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ഫാദർ, ഈ ഉച്ചഭാഷിണികളുടെ നിയന്ത്രണമൊക്കെ കർശനമായ നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഇത്ര ഡെസിബിളിൽ കൂടുതൽ ഉപയോഗിക്കരുത് എന്നെല്ലാം. പക്ഷേ പലപ്പോഴും ഈ ഉത്സവങ്ങളുടെ ഭാഗമായി, പ്രത്യേകിച്ച് ഈ ആരാധനാലയങ്ങളുടെ ഉത്സവങ്ങളുടെ ഭാഗമായും അല്ലാതെയും ഒക്കെ ഇതിൽ ഉയർന്ന ശബ്ദം നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. പ്രായമായ ആളുകൾ അല്ലെങ്കിൽ രോഗികളായ ആളുകൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ കർശനമായ നിയമം പാലിക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ പോലീസ് പലപ്പോഴും തയ്യാറാവുന്നില്ല എന്ന പരാതിയുമുണ്ട്. ഇതിനൊരു നിയന്ത്രണം, കർശനമായ വ്യവസ്ഥ വേണ്ടതല്ലേ? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. ആരാധനാലയങ്ങള് സാധാരണഗതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചകളിലെ ദേവാലയത്തിനുള്ളിൽ വെച്ചിട്ടുള്ള ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പുറത്തുണ്ടാവുകയില്ല. ഉത്സവങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ശബ്ദം പുറത്തേക്ക് വരും. അത് എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയുമോ അത്രത്തോളം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പിന്നെ മറ്റേ മുസ്ലിം, ഹിന്ദു, അവിടെയൊക്കെ ആരാധനാലയങ്ങളിൽ നിന്ന് എത്രത്തോളം ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്കും പറയുവാനായിട്ട്. മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല വിഷയം. ഈ പലപ്പോഴും ഈ ആരാധനാലയങ്ങളിൽ എന്തെങ്കിലും ഈ വലിയ ശബ്ദം വെച്ചാലും അവിടെ എങ്ങും പോലീസുകാർ ഇനി അത് വേണ്ട, മുസ്ലിം അല്ലേ, അത് ക്രിസ്ത്യാനല്ലേ, അല്ലെങ്കിൽ ഹിന്ദു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ മതങ്ങളുടെ പേര് പറഞ്ഞ് അതിനെ നിയന്ത്രിക്കാൻ പോലീസിന് പലപ്പോഴും മടിയാണ്. അത് ശരി തന്നെയാണ്, കിരൺ പറഞ്ഞത് ശരിയാ. പക്ഷേ എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റും എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആരാധന ഒരു വിശ്വാസിയുടെ മൗലികമായ അവകാശമല്ലേ. അല്ല, ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കരുതെന്ന് ആരും പറയുന്നില്ല. നമ്മളൊരു നിശ്ചിത ഡെസിബിൾ വെച്ചിട്ടുണ്ട്. അത് ജനവാസ മേഖലയിലെങ്കിൽ 45 മുതൽ 55 വരെ ഡെസിബിളിൽ നിർത്തണം, രാത്രിയായാലും ഇത്ര ഡെസിബിൾ നിർത്തണം. അതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്കുള്ളിൽ വെക്കുന്നതിന് ആരും എതിരല്ല. അത് നിയമപരമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി എടുത്തുകൊണ്ട് ആർക്കും ഉച്ചഭാഷണം ഉപയോഗിക്കാം. അതിലൊന്നും ആരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ അതിന് ഉയർന്ന ശബ്ദം, ഇപ്പോൾ ഈ പുതിയ DJ ഉണ്ട്. DJ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ആ പരിപാടി തുടങ്ങിയാൽ ചിലപ്പോൾ അടുത്ത വീട്ടിൽ ഒരു രോഗി കിടപ്പുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ അവിടെ പഠിക്കാനുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട വളർത്ത് പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടിക്കും അല്ലെങ്കിൽ പശുവിനോ കാളയോ എല്ലാം ഉണ്ടെങ്കിൽ അതിന് ഒന്നും സഹിക്കാൻ കഴിയില്ല. പക്ഷെ അവിടെയൊക്കെ ഒരു നിയന്ത്രണം വേണ്ടതല്ലേ? തീർച്ചയായിട്ടും
കിരൺ പറഞ്ഞ് ശരിയാണ്. അവിടെയൊക്കെ നിയന്ത്രണം അനിവാര്യമാണ്. അതിനൊരു സമയ ലിമിറ്റും വെക്കണം. ഇത്ര സമയത്തിനുള്ളിൽ അതൊക്കെ ഓഫാക്കണമെന്നും പറയണം. കാരണം ഇതൊക്കെ ഞങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രതികൂല സാഹചര്യം തന്നെയാണ്. പലപ്പോഴും പല ആലയങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഫാദർ സാമുവൽ. ശ്രീ ആനന്ദാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ആനന്ദ്, നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഈ കോളാമ്പി മൈക്കിൻ്റെ ഒരു അതിപ്രസരമായിരുന്നു. കോളാമ്പി മൈക്കൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അകലെ വരെ അതിൻ്റെ ശബ്ദം കേൾക്കും. ഈ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർ എണീറ്റ് ഓടാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്ന് പെട്ടുപോകും. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ DJ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇത്തരം വലിയ ശബ്ദഘോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെയൊക്കെ നിയന്ത്രണം അനിവാര്യമല്ലേ? തീർച്ചയായും. കാര്യം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത ആരാധനയും ഉണ്ട്. അതിപ്പോ ഏത് മതത്തിന്റെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മള് ഉണ്ട്. അത് ഒരു 2-3 വർഷം മുമ്പ് വരെ, 3-4 വർഷം മുന്നേ വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കോളാമ്പികൾ വെച്ചിട്ട് ഉത്സവ സമയത്ത്, അല്ലാതെ എങ്ങും ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഉത്സവ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ DJ ബോക്സ് സെറ്റ് ചെയ്തിട്ട് പോകുന്ന വാഹനങ്ങളുണ്ടാവും നമ്മുടെ ഈ പ്ലോട്ട് പോലെ. അതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട് വരെ കുലുങ്ങും സാറേ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് കുലുങ്ങും ആ സൗണ്ട് കൊണ്ട്. അപ്പൊ അത് നിയന്ത്രണം വന്നു. ഇപ്പൊ രാത്രി 10 മണി വരെ മാത്രമേ ഈ ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കാവുന്ന കഴിഞ്ഞ വർഷം, അതിന് മുൻപത്തെ വർഷം മുതൽ നിയന്ത്രണം വന്നു തുടങ്ങി. 1-2 വർഷമായിട്ട്. അപ്പൊ ഈ വർഷം മിക്കവാറും അങ്ങനെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം രാത്രി 10 മണിക്ക് ശേഷം ഇതെല്ലാം ഓഫ് ചെയ്യണമെന്ന് പോലീസ് കർശനമായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം സാറ് പറഞ്ഞ പോലെ അങ്ങനെ ഇടപെടുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. പോലീസ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി ഇടപെടുന്നുണ്ട്. അവരോട് പറഞ്ഞതെല്ലാം ഓഫ് ചെയ്യിക്കുന്നുണ്ട്. കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് പേഷ്യൻസിന്, അതുപോലെ മൃഗങ്ങൾക്കായ പോലും അവര് ബുദ്ധിമുട്ട് വരും. കാര്യം അത്ര നമ്മുടെ നെഞ്ച് ഒരു ഭയങ്കരമായിട്ട് നമുക്ക് വൈബ്രേഷൻ വരും. നമുക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രമാത്രം മാരകമുള്ള ശബ്ദമാണ്. പിന്നെ ഉത്സവമല്ലേ, ഒരു വശമുണ്ട് ഉത്സവമല്ലേ, ആകെ ഒരു 2-3 ദിവസം മാത്രം ഈ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ ഇത് ഇപ്പം പലയിടത്തും ശ്രീ ആനന്ദ് അങ്ങനെ അല്ലല്ലോ. ഇപ്പം പണ്ടൊക്കെ ഉത്സവത്തിന് ചിലപ്പോൾ നേരാണ് ഒരു നിശ്ചയ സമയം, അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂറൊക്കെ ആണെങ്കിൽ ആളുകൾ ചിലപ്പോൾ സഹിച്ചെന്നിരിക്കും. പക്ഷേ ഇപ്പം മണിക്കൂറുകൾ നീളുന്ന ഈ വലിയ ഉച്ചഭാഷണികളൊക്കെ വെച്ചുള്ള പരിപാടികൾ, മണിക്കൂറുകൾ നീണ്ട് ഇങ്ങനെ പരിപാടികൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് മറ്റുള്ള സ്ഥലം അറിയില്ല. ഞാൻ എന്റെ സ്ഥലമാണ് പറഞ്ഞത്. അതായത് എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി 7 മണിക്ക് ശേഷം, അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം നമുക്ക് എല്ലാ മൈക്കൊന്നും ഒരു ഓൺ ചെയ്യത്തില്ല. അതുപോലെ സ്കൂളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏകദേശം എക്സാം നടക്കുകയാണെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ടേ ഓൺ ചെയ്യത്തുള്ളൂ. പക്ഷേ ഉണ്ട്, അത് കർശനമായിട്ട് സ്ഥലങ്ങളിലുണ്ട്. സാർ പറഞ്ഞത് ശരിയാണ്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ശരി, ഓക്കെ. നമ്മുടെ അഭിപ്രായം വ്യക്തമാണ്. ഇങ്ങനെ മാന്യമായി കുട്ടികൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷ നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ മൈക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്ന നല്ല ഒരു ശതമാനം ആളുകൾ അങ്ങനെയുണ്ട്. ഉത്സവ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ മക്കളും ഇതുപോലെയൊക്കെ പഠിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അതൊക്കെ ചെയ്യുന്നവരുമുണ്ട്, ചെയ്യാത്ത ആളുകളുമൊക്കെ ഉണ്ട്. എല്ലാവരും ചേരുന്നതാണ് സമൂഹം. ചെയ്യാത്ത ആളുകൾക്ക് മേൽ നിയന്ത്രണം വേണം എന്നുള്ളത് തന്നെയാണ് പ്രധാന ആവശ്യം. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്. പിന്നെ ശബ്ദമലിനീകരണം അത് ഒരു വലിയ ശല്യം തന്നെയാണ്. എങ്കിലും കൂടി ഇപ്പോ പറയുന്ന വിഷയത്തിൽ ഇപ്പൊ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം വെച്ചാൽ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന 5 സമയത്താണ്. ഒന്ന് രാവിലെ, ഒന്ന് പിന്നെ ഉച്ചക്ക്, ഒന്ന് വൈകിട്ട് 4 മണിക്ക്, പിന്നെ ഒന്ന് വൈകിട്ട് 6 മണിക്ക്, പിന്നെ ഒന്ന് വൈകിട്ട് 8 മണിക്ക്. അത് ഓരോ സമയത്തിനും ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. അത് നിശ്ചിത സമയമേ വരുന്നുള്ളൂ. പിന്നെ അവരെ കൊണ്ടുള്ള ശല്യം അതില്ല. പാട്ടോ വെയിറ്റോ വേറുള്ളതൊന്നുമില്ല. അങ്ങനെ വല്ലതുമൊക്കെ ഉണ്ടായി ശല്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണെന്നുള്ള അഭിപ്രായമാണ് എൻ്റെത്. അതൊന്നുമില്ല. പിന്നെ മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ മുൻ സാറ് പറഞ്ഞ മാതിരി ഈ DJ പരിപാടി, മറ്റേ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പരിപാടികൾ നേരം വെക്കുന്നത് വരെ ഉണ്ട്. പിന്നെ ഈ പൂരം പോലൊക്കെ ഇതിനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിയാവുന്നത് ഒഴിവാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സാറേ.
ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ മുഹമ്മദ്. ഇത് ഒരു ഉച്ചഭാഷണം ഇവിടെ ഉപയോഗിക്കരുത് എന്നല്ല ആരും പറയുന്നത്, ഉപയോഗിക്കുന്നതിന് ആരും എതിരുമല്ല. ആഘോഷങ്ങളുടെ ഭാഗമായിട്ടും ആരാധനയുടെ ഭാഗമായിട്ടും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ പൊതുപരിപാടികളുടെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അതിനൊരു നിയന്ത്രണം വേണം. അല്ലാതെ അതിന് മനുഷ്യൻ്റെ ചെവി പൊട്ടിക്കുന്ന രീതിയിൽ, നെഞ്ചിടിപ്പിക്കുന്ന രീതിയിലല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അടച്ചിട്ട ഹാളിൽ നിങ്ങൾ അത്തരം പരിപാടികൾ നടത്തുന്നതായിരിക്കും നല്ലത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ ബംഗാളിൽ അങ്ങനെ ഒരു നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ നിൽക്കുകയാണ്. പള്ളികളെ ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. ബംഗാൾ സർക്കാർ പറയുന്നത് അങ്ങനെയല്ല, പള്ളികളെ അമ്പലങ്ങളെ എല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. കേരളത്തിൽ എന്തായാലും അത്രത്തോളം മറ്റ് സംസ്ഥാനങ്ങളുള്ള പോലെ അത്ര വലിയ രീതിയിൽ കോളാമ്പിയൊന്നും അങ്ങനെ കാര്യമായി ഉപയോഗിക്കുന്നില്ല. ബംഗാളിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം, മിക്കവാറും സ്ഥലത്തെല്ലാം കോളാമ്പിയാണ്. കേരളത്തിൽ പക്ഷേ DJ-യുടെ പേരിലും ഉത്സവങ്ങളുടെ പേരിലും ഒക്കെ പലതരത്തിലും ഈ ശബ്ദ മലിനീകരണം, നിയന്ത്രണ ശബ്ദത്തിന് മുകളിലുള്ള നടപ്പാക്കുന്നുണ്ട്. പലപ്പോഴും പോലീസിന് ഈ ഉത്സവങ്ങൾ മതപരമായ ചടങ്ങാകുമ്പോൾ നടപടിയെടുക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അവർ പലപ്പോഴും തയ്യാറാകാറുമില്ല. പക്ഷെ അതാണോ വേണ്ടത്? സാർ നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് പശ്ചിമ ബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. ഏത് മതസ്ഥരായാലും അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ ഒതുങ്ങുന്ന ശബ്ദ മലിനീകരണം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് കർശനമായി നടപ്പാക്കാൻ എല്ലാ സ്റ്റേറ്റും തയ്യാറാവണം. ഞങ്ങൾ അങ്ങനെ ഉത്സവം ഞായറാഴ്ചയാവുള്ളൂ, ഞങ്ങൾ അങ്ങനെ ഉത്സവം 5 നേരമാവുള്ളൂ, ഇതൊന്നും ഹിന്ദുക്കൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും അനുവദിച്ചു കൊടുക്കരുത്. ഹിന്ദുക്കളുടെ പൂരമുണ്ടെങ്കിൽ അവരെ കോമ്പൗണ്ടിൽ മാത്രം, മറ്റുള്ളവർക്ക് ഒരു ശല്യവും ഉണ്ടാവരുത്. ഇതിനെന്തൊരു 5 നേരം, ഇതിനെന്തൊരു ഞായറാഴ്ച, ഇതിനെന്തൊരു വെള്ളിയാഴ്ച, ഇതിനെന്തൊരു പൂരം, ഒന്നും പാടില്ല. പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം, പൊതുജനത്തിന് ശബ്ദ മലിനീകരണം ആരും ഉണ്ടാക്കരുത്. ആ നിയമം എല്ലാ സ്റ്റേറ്റും അത് അനുവർത്തിച്ചേ പറ്റൂ. പിന്നെ ഞാൻ ഹിന്ദുവാണ്, ഞാൻ ആവശ്യപ്പെടുന്ന തൃശ്ശൂർ പൂരം വരുമ്പം ഞാൻ റോഡ് ബന്ധാക്കും, ഞാൻ ശബ്ദം ഉണ്ടാക്കും, അതൊന്ന് വിട്ടുതരണം, അത് ഈ ആഴ്ചക്കല്ലേ ഉള്ളൂ. ഇതൊന്നും ഒരു ന്യായമല്ല സാർ. ഈ ശബ്ദ മലിനീകരണം കൊണ്ട് വളരെ ആപത്ത് അനുഭവിക്കുന്നുണ്ട്. എന്ത് 5 നേരം വന്നിക്ക്, എന്ത് ഞായറാഴ്ച വന്നിക്ക്, എന്ത് തൃശ്ശൂർ പൂരം വന്നിക്ക്. പബ്ലിക്കിന് ശല്യമുണ്ടാകുന്ന ഒരു ഉച്ചഭാഷണിയും ഉപയോഗിക്കരുത്. കാരണം ആരെങ്കിലും ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ശബ്ദമലിനീകരണമായാലും ഇവർക്ക് എവരെ സൗകര്യം, അവരുടെ വിശ്വാസം, ആരുടെ വിശ്വാസം അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ, അല്ലാതെ പബ്ലിക്കിന്റെ നെഞ്ഞത്ത് കയറിയിട്ടല്ല. അതിന് ശാശ്വതമായ പരിഹാരം ചെയ്ത ബംഗാൾ സർക്കാരിനെ 1000 വട്ടം അഭിനന്ദിക്കുന്നു സർ, 1000 വട്ടം. അതുപോലെ ആർജമുള്ള സുപ്രീം കോടതി വിധി ഉണ്ടാക്കിയിട്ടും നടപ്പാക്കാൻ പറ്റാത്ത സ്റ്റേറ്റുകളാണ് നമുക്കുള്ളത്. ഇന്ത്യയിൽ മാതൃക കാണിച്ച സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാളെങ്കിൽ 1000 തവണ അത് XY സർക്കാർ ഇന്നതായെന്ന് കൊണ്ടല്ല അഭിനന്ദിക്കുന്നത്. കാരണം ഞാൻ ഈ പൊതുശല്യം അനുഭവിക്കുന്ന ആളാണ്. അത് ഏതിൻ്റെതാണ് എന്തിൻ്റെതാണെന്ന് പറയുന്നില്ല, എന്റെ പരിസരത്തുള്ളത് കൊണ്ട്. അപ്പൊ ഇതിന് സുപ്രീം കോടതി വിധിയുണ്ട്. ഇത് നടപ്പാക്കണം എല്ലാ സ്റ്റേറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ആരെതിർത്താലും എന്റെ എതിർപ്പ്, പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരും, എല്ലാവർക്കും ഭരണഘടന നൽകുന്നുണ്ട് അവരവരുടെ സുഖങ്ങൾ. അത് നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. ഭക്തിയോ ആദരവോ എന്തുണ്ടായാലും അവരെ കോമ്പൗണ്ടിനുള്ളിൽ ഒതുങ്ങിക്കോളണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ വ്യക്തമാണ്. ഏത് മതമായാലും അവരുടെ ആഘോഷങ്ങൾ മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്തുന്ന രീതിയിൽ ആവരുത് എന്നുള്ളത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പലപ്പോഴും ഈ നിയമം ഏറെക്കുറെയൊക്കെ പാലിക്കുന്ന ഒരു നാടാണ് കേരളം. പക്ഷേ ഇവിടെയും അങ്ങനെ നിയമം പാലിക്കാത്ത തരത്തിലേക്കുള്ള ചില പരിപാടികളൊക്കെ ആളുകൾ പല സ്ഥലങ്ങളിലും നടത്താറുണ്ട്. പ്രത്യേകിച്ചും അത് കൂടുതലും ഈ മതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലൊക്കെയാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾ വരുന്നത്. മതമായതുകൊണ്ട് പോലീസിനുമൊക്കെ പലപ്പോഴും അതിനെ ഇടപെടാനൊക്കെ വലിയ പരിമിതിയും പേടിയും ഒക്കെ ഉണ്ട്. അക്കാര്യത്തിലൊക്കെ ഉറച്ചു പറയാൻ രാഷ്ട്രീയക്കാർക്കും വലിയ ഭയമുള്ള ആളുകളാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവര് ചെയ്ത നല്ല കാര്യം. കാരണം വേണ്ട 4000 പള്ളിയുടെ 1200 അമ്പലത്തിന്റെ കംപ്ലീറ്റ് ഒഴിവാക്കിയത് അത് നല്ല കാര്യം. ഇപ്പൊ തന്നെ ഉത്തർപ്രദേശിൽ തന്നെ ഉണ്ടല്ലോ, ഉത്തർപ്രദേശില് കെട്ടിടം പൊളിച്ചത് മുസ്ലിമിന്റെ കെട്ടിടം പൊളിച്ചപ്പോ ഒരു RS-കാരൻ നന്ന പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഒരാഴ്ച RS-കാരൻ തലയും കുത്തി കരയായിരുന്നു, അവന്റെ കെട്ടിടം പൊളിച്ചു മാറ്റി. അങ്ങനെ വേണമെന്നേ, അല്ലാണ്ട് ജാതി മതം നോക്കുക ആരെയാണ് മറ്റേ ഇത് കാണിച്ചു മാറ്റി. പക്ഷേ കെട്ടിടം പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കെട്ടിടങ്ങളാണ് ബഹുഭൂരിപക്ഷവും പൊളിച്ചത്. ആളുകളൊക്കെ കയ്യേറി വെച്ചത് സ്ഥലങ്ങളിലൊക്കെ പൊളിക്കാതിരിക്കുകയും പാവപ്പെട്ട കോളനികൾ നോക്കി അവന്റെ കെട്ടിടം ഹോട്ടൽ പൊളിച്ചു മാറ്റി. അപ്പൊ അത് മതം ജാതി നോക്കുക, അങ്ങനെ നോക്കിട്ട് മതവും ജാതി നോക്കാതെ, അല്ലെങ്കിൽ സാവപ്പാട്ടന്റെ കോളനികൾ വന്ന് പൊളിക്കുകയും വലിയ വൻകിട കെട്ടിടങ്ങൾ പൊളിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് അനീതിയാണ്. ഒരിടത്ത് മാത്രം നിയമം നടപ്പാക്കുകയും മറ്റൊരു നിയമം നടപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ അനീതിയാണ്. ആരെയാണെങ്കിലും മറ്റേ കാണിച്ചു കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റിക്കോന്നേ.
ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. ചൂടുണ്ടാക്കുന്ന രീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റിക്കണം. പൊളിച്ചു മാറ്റുകയാണ്. ആചാര്യ ദിവാകരനാണ് വിളിക്കുന്നത്. ശ്രീ ആചാര്യ ദിവാകരൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? നമസ്തേ. നമസ്തേ. എനിക്ക് പറയാനുള്ളത്, നിയമം എല്ലാവരും പാലിക്കേണ്ടതാണ്. ശബ്ദമലിനീകരണം ഒഴിവാക്കാൻ തക്ക വിധത്തിലുള്ള പ്രവൃത്തിയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ആരാധനാലയങ്ങളിൽ അവർക്കൊരു സമയം ഉണ്ടാവും, ഇന്ന സമയത്തിന് ഇന്ന കാര്യങ്ങൾ നടക്കണം എന്നുള്ള സമയമുണ്ട്. പിന്നെ ഒച്ചത്തിൽ ശബ്ദത്തിൽ വിളിച്ചു പറയണമെന്നില്ല. അത് ജാതിയോ മതമോ ഇതൊക്കെ നോക്കാതെ ആ കാര്യങ്ങൾ അവരവരുടെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ശബ്ദം വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ആചാര്യ ദിവാകരൻ വാദ്യാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ വൈദിക കർമ്മങ്ങൾ ചെയ്യണം. ശരി, ഓക്കെ. വൈദിക കർമ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഞാൻ വിശദീകരിച്ച് പറഞ്ഞേ പറയാം. അല്ല, ഞാൻ ആ പേരിന്റെ ഒരു കൗതുകം കൊണ്ടുകൂടി ചോദിച്ചാണ് എന്ത് ചെയ്യുന്നു. ഈ വ്യജകണയില് വാദ്യാർ അതല്ല, അധ്യാപകൻ എന്നുള്ള വാദ്യാർ എന്നുള്ളതാണല്ലേ? ഓക്കെ, തിരുത്താം. നമ്മൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഇപ്പോൾ ഈ വിദ്യ മാറ്റി വെറും നാതിരിച്ചുള്ള ധാ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വൈദിക കർമ്മങ്ങൾ ചെയ്യണവരാണ്, അവരാണ് വാദ്യാർമാര്. ഓക്കെ. അത് ഈ ലോകത്തിന്റെ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പാരമ്പര്യത്തിലുള്ളതാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിന് പ്രത്യേകം നന്ദി. ഈ പരിപാടിയിൽ വിളിച്ചതിന് നന്ദി. ശ്രീ ശശിധരനാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പലപ്പോഴും ഈ മതവുമായി ബന്ധപ്പെട്ട വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ നിയമം നടപ്പാക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിനും ഭരണ സംവിധാനത്തിനും ഒക്കെ ഒരു ചെറിയ മടി അല്ലെങ്കിൽ ഭയം അത് ഉണ്ടോ? എന്താ പറയാനുള്ളൂ? ഇതിലിപ്പോ എന്താ ഞാൻ പറയാനുള്ളത് സാറ്? പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം എന്തായാലും പറഞ്ഞോളൂ. എന്താ ഇതിലൊരു അഭിപ്രായം പറഞ്ഞ മതവ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ജനങ്ങൾക്ക് ഉള്ളത് തന്നെയല്ലേ? ഇതൊക്കെ കാര്യങ്ങളോടുകൂടി നടത്തിക്കൊണ്ട് പോകേണ്ട ആൾക്കാർ ജനങ്ങളാണ്. ഇത് അതിന്റെ ഇടയിൽ ഈ വക കാര്യങ്ങളൊക്കെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റാണത്. ശരിക്കും ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. അതെ, ഉദ്ദേശം പറഞ്ഞത് ഇത് തന്നെയാണ്. വരണ്ടപ്പോ ഈ മതവ്യത്യാസം നിങ്ങൾ പറഞ്ഞത് അമ്പലങ്ങളിൽ ഓരോ കാര്യങ്ങൾ നടക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? അമ്പലവും പള്ളിയിലും ഒന്നും നടത്താൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷേ അമ്പലമായാലും പള്ളിയായാലും ഇനി അതല്ല ക്ലബ്ബായാലും വേറെ എന്തെങ്കിലും ഉത്സവ കമ്മിറ്റിക്കാരായാലും ആരായാലും നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയല്ല, അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായി രാത്രിയിൽ കിടന്നുറങ്ങണം, അല്ലെങ്കിൽ പകൽ പഠിക്കുന്ന കുട്ടികൾ കാണും, ചിലപ്പോൾ കിടപ്പ് രോഗികൾ കാണും, വീട്ടിൽ പശു കാണും, പട്ടി കാണും. അതിനൊക്കെ ഒരു മിനിമം പരിഗണന നൽകണം. നിശ്ചയ ഡെസിബലിലുള്ള സൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം നടത്താമല്ലോ. അല്ല അതിനപ്പുറത്തെ സൗണ്ട് ഉപയോഗിച്ചാലേ, വലിയ സൗണ്ട് കേട്ടാലേ ദൈവം പ്രീതിപ്പെടുമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ അത് അങ്ങനെ ആ രീതിയിൽ നടപ്പാക്കണം. അല്ലാതെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അത് ശരിയായിരിക്കണം. അത് ശരിയാണ്. ഇതിനിപ്പോ ഉദാഹരണമായിട്ട് ഇതിനിപ്പോ ഉത്തരപ്പോ ഒന്നും എനിക്കിപ്പോ തരാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഉള്ളത് തന്നെയാണത്. ആർക്കുണ്ടായുള്ളതായാലും നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഈ അമ്പലമെന്നോ പള്ളിയെന്നോ ക്ലബ്ബെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മിറ്റിന്നോ ഇനി അതൊന്നും അല്ല വേറെ കുട്ടികളുടെ DJ പാർട്ടിയിൽ നിന്ന് ഒന്നും ഒരു വ്യത്യാസമില്ല. ഏത് പരിപാടി നടത്തിക്കൂ, പരിപാടി നടത്തും, അതെല്ലാം ഈ നാടിൻ്റെ ആവശ്യമാണ്, നാട്ടുകാരുടെ ആവശ്യമാണ്, ആളുകളുടെ വികാരമൊക്കെയാണ്, അതൊക്കെ നടത്താം. പക്ഷേ അത് നടത്തുമ്പോൾ അതിന് രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. അല്ല ഞങ്ങൾക്ക് രാത്രിയിൽ തന്നെ ഈ മൈക്ക് ഉപയോഗിച്ച് അവിടെ DJ നടത്തണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രാത്രി മൈക്ക് ഉപയോഗിച്ച് അവിടെ ഉത്സവ പരിപാടി നടത്തണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിഷയം. അനൗൺസ്മെന്റ് വിളിച്ച് പറയുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണി വരെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പണം ചെലവാക്കിയ ആൾക്കാരെ ഓരോ ഒരു കാരണങ്ങൾ, ഓരോരോ ഡാൻസ്, ഗെയിംസ്, പാട്ട്, കൂത്ത്, ഓർക്കസ്ട്ര ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രി ചിലപ്പോ 10 മണി വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ രാത്രി 12 മണി വരെ 2 മണി വരെയൊക്കെ. ശശിധരനെ, ഈ രാത്രി 12 മണി എന്നൊക്കെ പറയുമ്പോ ഈ പല വീടുകളിലും പ്രായമായ ആളുകൾ കാണും. സാറേ ഇതെങ്ങനെയൊക്കെ പണ്ടൊക്കെ വിളിച്ചാവുന്നവരുണ്ടായിരുന്നു. പണ്ടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ. പണ്ടെല്ലാം എന്തെല്ലാം മുമ്പുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് എല്ലാ കാലത്തും മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നത്, അത് എല്ലാ കാലത്തും തുടരാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒരു പൂരം ഒന്നും നടത്താൻ പറ്റില്ല ദേവാലയങ്ങളിൽ.
നിയമം പാലിച്ചുകൊണ്ട് നടപ്പാക്കണമെന്നല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ, അല്ലാതെ ആരും നടത്തരുതെന്ന് പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6 മണി വരെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ ഇതൊക്കെ ഒരു അമ്പലങ്ങൾ വിശേഷം പറഞ്ഞാൽ ഒരു പൂരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 5 മണി വരെ അല്ലെങ്കിൽ 2 മണി വരെ 3 മണി വരെയൊക്കെ നൈറ്റ് ഉള്ളവരാണ്. ഓരോരോ ഓർക്കസ്ട്ര ഉണ്ടാവും, ഗാനമേള ഉണ്ടാവും, ഡാൻസ് ഉണ്ടാവും, പിള്ളേരുടെ ഓരോരോ ഇതൊക്കെ ഉണ്ടാവും കാര്യങ്ങൾ ഓരോ അമ്പലങ്ങളില്. ഇത് ഈ ഉച്ചഭാഷണി വെച്ചുള്ള പരിപാടികൾ തന്നെ കേരളത്തിലെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും ഒക്കെ തുടങ്ങിയിട്ട് തന്നെ 1 നൂറ്റാണ്ടിന്റെ പഴക്കമല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെ നടപ്പാക്കിയതല്ലേ അവിടെ അല്ല. അപ്പോൾ അതുകൊണ്ട് ആചാരമാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ആചാരമൊന്നുമല്ല. ഇതൊക്കെ കാലങ്ങളനുസരിച്ച് ഓരോരോ പുതിയ കാര്യങ്ങൾ ഓരോരുത്തർ ആഡ് ചെയ്ത്, അല്ലാതെ ഒരു കാര്യം നടത്താൻ പറ്റില്ല. നൂറ്റാണ്ടുകളായിട്ട് അങ്ങനത്തെ ആചാരമൊന്നും കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉത്സവത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഉത്സവത്തിന്റെ ഒരു 10 മണി വരെ അല്ലെങ്കിൽ 12 മണി വരെ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഉത്സവം നടത്തരുതെന്ന് ആരും പറയുന്നില്ലല്ലോ. നിശ്ചിത ഉച്ചഭാഷണം ഉപയോഗിക്കരുതെന്നല്ലേ പറയുന്നുള്ളൂ, അല്ലാതെ ഉത്സവത്തിന്റെ രാത്രിയിൽ ഏതെങ്കിലും ആചാരം 12 മണിക്കുണ്ടെങ്കിലും 2 മണിക്കുണ്ടെങ്കിലും 3 മണിക്കുണ്ടെങ്കിലും ഒക്കെ നടത്താമല്ലോ. പല ക്ഷേത്രങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് ഉച്ചഭാഷണി വെച്ച് പാട്ട് വെച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുതെന്നല്ലേ പറയുന്നുള്ളൂ. അത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ നാട്ടുകാർ ഇതിനു വേണ്ടി കാണാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. കാണാൻ വേണ്ടി വരുന്നവർ മാത്രമല്ലോ, കാണാനല്ലാതെ വീട്ടിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ മൈൻഡ് ചെയ്യണമല്ലോ. അതൊക്കെ പറയുന്നൊക്കെ വെറുതെയാണ് സാറേ. അതെങ്ങനെയാണ് വെറുതെ ആവുന്നത്? എത്രയോ ശ്രീ ശശിധരൻ അറിയാം, എത്രയോ നാട്ടിലെ പഴയ ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികളുടെ പരീക്ഷാ സമയത്താണ് ബഹുഭൂരിപക്ഷ ഉത്സവം വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു തരത്തിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ ഉച്ചഭാഷണികളൊക്കെ ഉപയോഗിക്കുന്നത് പലതും ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നില്ല, ഭൂരിപക്ഷം പേര് ഉപയോഗിക്കുന്നില്ല. കാരണം അവരുടെയൊക്കെ മക്കളും ഉണ്ട്, അവരുടെയൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പ്രായമായവരുണ്ട്, അതുകൊണ്ട് അവർ ഉപയോഗിക്കില്ല. പക്ഷെ ഉപയോഗിക്കുന്നവരായിട്ട് ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അവരൊന്നും ഇതിന് രാത്രിക്ക് ഈ വക പഠിപ്പ് കിടുപ്പൊന്നും ഉണ്ടാവില്ല. അവർ ഈ ഉത്സവം കാണാൻ തന്നെ വേണ്ടി വരിക. ഇതൊക്കെ പറയുന്നുണ്ടാക്കുന്നതൊക്കെ വെറുതെയാണ്, ജനങ്ങൾ വെറുതെ പൊട്ടിച്ചുണ്ടാക്കുന്നതൊക്കെ. ഇതൊക്കെ അങ്ങനെ വെറുതെ പറയുന്നതല്ല ശ്രീ ശശിധരൻ. ഒരാൾക്ക് പ്രായമായി കിടക്കുന്നെങ്കിൽ, അവരുടെ അസുഖമായി കിടക്കുന്നെങ്കിൽ അവരുടെ വികാരത്തെ മാനിക്കണം. അവർ സന്തോഷിച്ച് കിടക്കുകയായിരിക്കും. എല്ലാവർക്കും സന്തോഷമാണ് ഇതിലേക്ക് ഉണ്ടാവുള്ളൂ സാറേ. ശരി, ഓക്കെ. ശശിധരന്റെ ഇതൊക്കെ ജനങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് ഉണ്ടാക്കിപ്പിക്കുന്നതൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്. രാജ്യത്തിന്റെ നിയമം അങ്ങനെയാണ്, അത് പാലിച്ചില്ലെങ്കിൽ അത് പാലിക്കാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കാൻ പറ്റില്ല. അതെല്ലാം നടത്താം ശ്രീ ശശിധരൻ. ഏത് കാര്യവും നടത്തുന്നതിന്, ആരും ഉത്സവം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടി നടത്തുന്നതിനോ അങ്ങനെ അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ അതിനൊരു പരിധിയുണ്ട്, ആ പരിധി വെച്ച് നടത്തണം. ശരി, ശ്രീ ബിനുകുമാറാണ്, ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനുകുമാർ, താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ഉത്സവങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മതങ്ങളുടെ പേരിൽ, അമ്പലങ്ങളുടെ ആയാലും പള്ളികളുടെ ആയാലും എന്തിൻ്റെ ആയിക്കോട്ടെ എന്തിനേയും പേരിൽ ഈ നിയമം ലംഘിച്ച് അത്തരം വലിയ ശബ്ദമുണ്ടാക്കി ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നതിനോട് താങ്കൾ എന്താണ് പറയുന്നത്? യോജിക്കാൻ കഴിയത്തില്ല സാർ. കാരണം അതിപ്പോ നമുക്ക് ക്രിസ്ത്യൻ മതമായാലും മുസ്ലിം മതമായാലും ഈ ഹിന്ദു മതമായാലും നമ്മൾ ഏത് കാര്യവും ഈ മതത്തിനെ വലിച്ചഴിച്ചാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത് സത്യത്തിൽ ഇതിന് മതമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ നിയമം വരാന്നുണ്ടെങ്കിൽ അത് മനുഷ്യന് ഗുണപ്രദമായ ഒരു കാര്യമാണ് ഏറ്റവും ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിന് എതിരായിട്ടാണ് അവിടുത്തെ BJP ഗവൺമെന്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇതല്ല. ക്ഷേത്രമായാലും പള്ളിയായാലും ഏതായാലും സാറ് മുമ്പ് പറഞ്ഞ തന്നെ പരീക്ഷാ സമയത്താണ് ഈ ഉത്സവങ്ങളെല്ലാം വരുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ്. നമ്മൾ പറയുന്ന കണക്കല്ല, അവരൊക്കെ നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ വേണ്ടി 1 മാർക്ക് പോലും കുറയില്ലെന്നുള്ള രീതിയിലാണ് അവർ പഠിക്കുന്നത്. കാരണം അങ്ങനെ പഠിച്ചിട്ട് പോലും ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നിലവിലുള്ള ഈ ആചാരങ്ങൾ, അതായത് ഈ കോളാമ്പി എന്ന് പറയുന്ന സാധനത്തെക്കാൾ വേറെ ഈ ടെമ്പറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. കോളാമ്പിന് വലുത്, നല്ല നീളമുള്ളത്. അതെന്ന് പറയുന്നത് ശരിക്കും ശബ്ദ മലിനീകരണം. അത് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് കേൾക്കാം. കാരണം ഒരു 5 കിലോമീറ്റർ ഗ്യാപ്പിലുള്ള, ഞാൻ പഠിച്ച സമയത്ത് എന്റെ സ്കൂളിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഉച്ചയ്ക്കുള്ള ഭാഗവത പാരായണമൊക്കെ എനിക്ക് ഈ ഇടവേള സമയത്ത് എനിക്ക് അവിടെ കേൾക്കായിരുന്നു, സ്കൂളിൽ കേൾക്കായിരുന്നു. വലിയ കോളാമ്പികൾ ഇങ്ങനെ ഉത്സവമായാലും എന്തായാലും വലിയ കോളാമ്പികൾ ഇങ്ങനെ വെക്കും. ആ കോളാമ്പി എത്രയോ കിലോമീറ്റർ അകലെ നിന്നാലും ആളുകൾ കേൾക്കുന്ന രീതിയിലേക്ക് വെക്കും. ആ അടുത്തൊക്കെ നിൽക്കുന്ന ഒരു 200-300 മീറ്റർ അകത്തൊക്കെ വരുന്ന ആളുകളുടെ വീട്ടിലൊക്കെ കിടക്കുന്ന പ്രായമായവരോ അല്ലെങ്കിൽ മിക്കവാറും ഈ പട്ടികളും പശുക്കളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അന്ന് ദുരിതം അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആ കാലഘട്ടം മാറിയില്ല സാറേ. നമ്മളിപ്പോ ഏകദേശം 200 വർഷത്തിന് ശേഷം നമ്മൾ എവിടെ നിൽക്കുന്നു? അത്യാധുനിക രീതിയിലുള്ള ശരിക്കുള്ള സംവിധാനങ്ങളല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒതുങ്ങണം. ഈ ബോക്സ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ആ ചുറ്റുള്ള 500 മീറ്ററിനകത്ത് ഈ ശബ്ദത്തിന്റെ മലിനീകരണം ഉണ്ടാവും. ദൂരെയുള്ളവർക്ക് ആ പ്രശ്നമില്ല. അതിലേക്കൊക്കെ നമ്മൾ പോകണം.
അല്ലാതെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും മതം എന്നുള്ള രീതിയിൽ പോകരുത്. അതുപോലെ തന്നെ നമുക്ക് ഈ ശബ്ദമലിനീകരണം പോട്ടു ഹിന്ദു ആചാരങ്ങളിൽ തന്നെ, ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ടും വിഷമമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ എത്ര കോടി രൂപയുടെ കരിമരുന്നാണ് ഒരു വർഷം നമ്മൾ ഉത്സവ സീസണിൽ കേരളത്തിൽ മാത്രം നമ്മൾ എരിച്ചു കളയുന്നത്. സത്യത്തിൽ ആ കോടികൾ ഉപയോഗിച്ച് ഒരു ചികിത്സാ സഹായോ ഒരു വീടില്ലാത്ത പാവങ്ങൾക്ക് ഒരു 10 വീടോ ഒക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ദൈവത്തിന് അതൊക്കെയാണ് ഇഷ്ടം. കർമ്മം ചെയ്യണം, മനുഷ്യൻ കർമ്മം ചെയ്യണം, അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന അമ്പലത്തിനും ഉരുണ്ട് കിട്ടോ പള്ളിയുടെ മുമ്പിൽ ചെന്നോ നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. സത്യത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഈ കോടികൾ ചെലവാക്കുന്ന പരിപാടികളും കൂടെ നമ്മൾ നിർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അതിനൊരു പരിധി വരാമെങ്കിൽ ഏറ്റവും നല്ലത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ പ്രസക്തമാണ്. ശ്രീനാരായണ ഒരു പണ്ടേ പറഞ്ഞതാണ്, കരിയും കരിമരുന്നും ഉത്സവങ്ങളുടെ ഭാഗമായി വേണ്ട, രണ്ടും അപകടമാണ്. പക്ഷേ കരിയും നമ്മൾ നിർത്തിയിട്ടില്ല, കരിമരുന്നും നമ്മൾ നിർത്തിയിട്ടില്ല. എല്ലാം ഓരോ വർഷം കഴിയുന്തോറും ആനകളുടെ എണ്ണം എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ് ഓരോ ഉത്സവ കമ്മിറ്റിക്കാരുടെയും ആലോചന. എങ്ങനെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കരിമരുന്ന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ആലോചന. അവിടെയൊക്കെ എല്ലാവരും ഈ പറയുന്ന മതത്തിൻ്റെയും ആചാരങ്ങളുടെയും പേരാണ് പറയുന്നത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സമൂഹത്തിന് ഒരു നിയമമുണ്ട്, രാജ്യത്തെ സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ് 55 ഡെസിബലിന് മുകളിലുള്ള സൗണ്ട് ഉപയോഗിക്കരുത് പൊതുജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെന്ന്. അങ്ങനെ ഒരു നിയമമുള്ളപ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട് പലപ്പോഴും പ്രധാനമായും ആരാധനാലയങ്ങൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും പരിപാടികളിലും ഒക്കെയാണ് ഇത് വരുന്നത്. പിന്നെ അല്ലാതെ ഈ ക്ലബ്ബുകളും കൂട്ടായ്മകളും ഒക്കെ അത്തരം ചിലർ നടത്താറുണ്ട്. നിയമം പാലിച്ച് നടത്തുന്നവരും നിയമം പാലിക്കാതെ നടത്തുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കർശനമായ വ്യവസ്ഥ വേണ്ടതല്ലേ? കിരൺ സാർ, ശബ്ദമലിനീകരണം കൂടി വരികയാണ് സാർ. അതായത് കോളാമ്പി മാറ്റിയിട്ട് ബോക്സ് വെച്ചിട്ട് അതിന് ഹൈ വോൾട്ട് കൊടുക്കുന്ന സമയത്ത് നെഞ്ചിലിടിക്കുന്ന സൗണ്ടാണ് സാർ അതിൽ നിന്ന് വരുന്നത്. സാർ, മാതൃക കാണിക്കേണ്ട ഒരു സ്കൂളിൽ നിന്ന് ഇന്നലെ രാവിലെ 6 മണി മുതൽ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ അനുഭവിച്ച വേദന സാർ എന്തോന്ന് സാർ. കുട്ടികളെയും രക്ഷകർത്താക്കളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് സാർ എവിടെ നിന്നാണെന്ന് അറിയില്ല സാർ, ഇത് ഭയങ്കരമായിട്ടുള്ള സൗണ്ടുള്ള സിസ്റ്റം. അതോ അറിയപ്പെടുന്ന, എനിക്ക് മടിയില്ല സാർ, സ്കൂളിനെ പറ്റി പറയാനായിട്ട് എനിക്ക് മടിയില്ല. കാർമൽ സ്കൂൾ പേയാട് ഇന്നലെ രാവിലെ 6 മണി മുതൽ ഇന്നലെ രാത്രി വരെ എന്തായിരുന്നു ഈ പരിസരത്തുള്ള, അതായത് ഇവിടെ നിന്ന് ഒരാൾ, ഞാൻ റെസിഡൻസിന്റെ ആൾ എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ എന്നോട് വിളിച്ചു പറഞ്ഞു, ഒരു നെഞ്ചുവേദന ഉള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു ഇത് എന്തോന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, ഒരു ദിവസം അല്ലേ സഹിക്കാന്ന് പറഞ്ഞു. സാർ, മാതൃക കാണിക്കേണ്ടവരാണ് സാർ, അവര് പോലും ഈ രീതിയിലേക്ക് മാറുകയാണ്. നമ്മൾ എന്ത് പറയാൻ, ഒന്നും പറയാനില്ല സാർ എനിക്ക്. ശരി, ഓക്കെ. ആ നെഞ്ചുവേദനയുള്ളയാൾക്ക് ആ ഒരു ദിവസം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മളുടെ വീട്ടിലാണ് അങ്ങനെ ഒരാളുള്ളതെങ്കിൽ അത് എത്രത്തോളം പ്രയാസമാണെന്ന് ആലോചിക്കണം. ആഘോഷങ്ങൾ വരുമ്പോൾ അത്തരം ചില നിയന്ത്രണങ്ങൾ, ഏത് ആഘോഷത്തിനും അത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. തോമസ് ആണ് മാരാരിക്കുളത്ത്. ശ്രീ തോമസ്, ഈ ശബ്ദമലിനീകരണത്തെക്കുറിച്ച് പരാതി പറയേണ്ട അവസ്ഥയിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പലപ്പോഴും എത്തിപ്പെടാറുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ ഭൂരിപക്ഷവും ഈ മതങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? സാർ, ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തതിൽ ഒത്തിരി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഒരു വളരെ ഏറ്റവും കൂടുതൽ വിങ്ങി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ വിഷയം കൊണ്ട്. കാരണം ഞാനൊരു അമ്പലത്തിന്റെ അടുത്ത് താമസിക്കണം. അവിടെ ഈ ഉത്സവം വരുമ്പോഴത്തേക്കും മറ്റേ 41 വരുമ്പോഴത്തേക്ക് മുകളിൽ കൊണ്ട്, അതായത് ഏറ്റവും മരത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് 4-5 മെയ്ക്ക് എന്നിട്ട് കോളാമ്പി കിട്ടിയെങ്കിൽ വെക്കും. ഞാനൊരു ക്രിസ്തീയ മതവിശ്വാസി ആയതുകൊണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റത്തില്ല അമ്പലത്തിനെതിരെ. ഞാൻ അമ്പലത്തിൽ വിശ്വസിക്കുന്ന ആളുമാണ്. അതായത് വേറൊരു മതവിശ്വാസിയോട് ഞാൻ പറയും നിങ്ങൾ കൊണ്ടു കൊടുക്കും, ഞാൻ കൊടുക്കത്തില്ല. കാരണം ഇത് പരാതി കൊടുത്താൽ ആ കോളാമ്പി മാറ്റിക്കാൻ എനിക്കറിയാം, നിയമം ഉണ്ടെന്നറിയാം. പക്ഷെ ഞാൻ അതിനകത്ത് അപ്പോൾ ഒരു ജാതി പോലെ ആകും. തന്നെ ഞാൻ അമ്പലത്തെ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഞാൻ ശരിക്കും വിഷമിച്ചിട്ടുണ്ട് സാറേ ഈ ഒരു വിഷയത്തില് ഒത്തിരി. കാരണം ഈ നേരത്തെ ഒത്തിരി പേര് പറഞ്ഞു ജാതി മതം, അത് കറക്റ്റാ. ഒത്തിരി പേര് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുക. അത് ഇങ്ങനെയുള്ള വിഷയത്തിന് അത് ഞങ്ങൾക്ക് ഒരു TV വെക്കാൻ പറ്റത്തില്ല, ഒരു ഫോൺ വന്നാൽ എടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് യാതൊരുവിധ ഇതും കിട്ടത്തില്ല. പിന്നെ 10 മണിയാകുമ്പോൾ നിർത്തുമായിരിക്കും. പക്ഷെ എന്നാൽ അത് ഒരാൾ പറയുന്നത് കേട്ടു അമ്പലത്തിൽ വെച്ചു, അത് കോമ്പൗണ്ടിൽ കേൾക്കാം. ഞാനും അമ്പലത്തിൽ പോയി കേൾക്കുന്ന ആ കോമ്പൗണ്ടിൽ മാത്രം മതി. ഈ വലിയ മരത്തിന് മുകളിൽ നിന്ന് വെച്ചിട്ട് ഈ നാട് മുഴുവൻ കേൾപ്പിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ദ്രോഹം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ദ്രോഹം തന്നെയാണ്. അത് സാറേ, അത് ഈ വിഷയം സാറ് നല്ലപോലെ എടുത്തതില്
സാറിനെ അഭിനന്ദിക്കുന്നു. ഞാൻ എന്നും സാറിന് നമുക്കറിയാം ശ്രീ തോമസ്, പലപ്പോഴും ആളുകൾക്ക് തോമസ് പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങളുണ്ട്. മറ്റ് നമ്മളുമായി ബന്ധപ്പെട്ട മതത്തിൽപ്പെട്ട ആരാധനാലയമല്ല അവിടുത്തെ ഒരു പരിപാടിയാണെങ്കിൽ, അതിന് ഏതോ ആയിക്കോട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ, മറ്റൊരുടെ ആണെങ്കിൽ ഒരാൾ പരാതി കൊടുത്താൽ അയാൾ ഒരു മുസ്ലിമാണ് ക്രിസ്ത്യാനിക്കെതിരെ പരാതി കൊടുത്തത്, അല്ലെങ്കിൽ ഹിന്ദുവാണ് മുസ്ലിമിനെതിരെ പരാതി കൊടുത്തത്, അല്ലെങ്കിൽ തിരിച്ചുമൊക്കെ മറിച്ചുമൊക്കെ പറഞ്ഞ് അതിനെ മറ്റൊരു കളറിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമൂഹം കൂടിയാണ്. അത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പോലീസും പഠിക്കുന്നത് അതുകൊണ്ടാണ്. പള്ളിയിലായിരുന്നു ഞാൻ അത് നടത്തേനെ. പള്ളിയായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിന് പരാതി കൊടുക്കുമായിരുന്നു. ശ്രീ പള്ളിയായാലും അമ്പലമായാലും എവിടെയാലും അത്തരം കാര്യങ്ങൾ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ പരാതി കൊടുക്കുക തന്നെ വേണം. അതിനകത്ത് സംശയം. നമ്മുടെ സമൂഹം അങ്ങനെയാണ് സാറേ, പറ്റത്തില്ല. താങ്കളുടെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നു. പലപ്പോഴും അങ്ങനെ പരാതിയെ കൊടുക്കുന്ന ആളുകൾക്ക് നേരെയൊക്കെ ആളുകൾ പ്രതികരിക്കുന്നത് നിങ്ങൾ ഹിന്ദുവാണ്, മുസ്ലിമാണ്. ഞാൻ നിസ്സാരമായ ഒരു പരാതി കൊടുത്തതിന് ഞാൻ ഒത്തിരി അനുഭവിച്ചു. എന്റെ 22,000 രൂപ പോയെ. അതെന്ത് പറ്റി? എനിക്ക് പ്രഷറിന് മരുന്ന് മേടിക്കാൻ എന്റെ ഹെൽത്ത് സെന്ററിൽ ചെന്നപ്പോഴത്തേക്ക് അവർ വെള്ളിയാഴ്ച മാത്രമേ പ്രഷർ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ആദ്യമേ DMIക്ക് പരാതി കൊടുത്തു. പിന്നെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ വരെ എത്തി. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ ഓർഡർ കിട്ടും. പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്കാർ പറഞ്ഞ് എന്തിനാണ് തോമാച്ച 2 രൂപയുടെ കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് വരുന്നവൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ മോന്റെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് അവരെല്ലാരും കൂടി ഒത്തുകൊണ്ട് 40 പേര് വീട്ടിൽ വന്നതിന് എന്റെ അയൽവക്കക്കാർ കേസെടുപ്പിച്ചിട്ട് ഞാൻ 22,000 രൂപ അടക്കേണ്ടി വന്നു. ഇത് ഞാൻ ചുരുക്കി പറഞ്ഞാണ്. സങ്കടമുള്ള വ്യക്തിയാണ്. പൊതുക്കാര്യത്തിൽ സങ്കടത്തോട് ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. എന്റെ പാർട്ടിക്കാർ എന്നെ ദ്രോഹിച്ചത്. ഇതൊക്കെ പറഞ്ഞത് സംഭവം നടന്ന സംഭവമാണ്. എന്റെയൊക്കെ അടച്ചതിന്റെ രസീത് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. 72,000 രൂപയാണ് ഞാൻ ഫൈൻ അടക്കേണ്ടി വന്നത്. അതെന്തിനു വേണ്ടിയാണ് അടക്കേണ്ടി വന്നത്? സാറേ, ഇതാ ഞാൻ എന്റെ പാർട്ടിയിൽപ്പെട്ടവരോട് ചോദിച്ചു. ഇത് പാർട്ടി ചെന്നേ പറഞ്ഞു ഇങ്ങനെ വിഷയം. അപ്പൊ പറയാണ്, നിങ്ങൾ ഒരു 2 രൂപ കൊടുത്തോ എവിടെയെങ്കിലും പ്രശ്നം നോക്കിയാൽ പോരെ, ഇതിന് ഇത്ര നിയമത്തിന്റെ പുറകെ പോടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് ശരിയായ ചോദ്യം. അതാണ് എന്നോടുണ്ടായ വൈരാഗ്യം. അവസാനം നിയമം എനിക്ക് കിട്ടി. ഇപ്പൊ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ സ്ഥലത്തും ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും പ്രശ്നം നോക്കിയിട്ട് ഡോക്ടർ മരുന്ന് കൊടുക്കത്തുള്ളൂ. എന്തായാലും എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായാലും പ്രഷർ നോക്കാൻ ചെല്ലുന്ന, സ്ഥിരം പ്രഷർ നോക്കേണ്ടി വരുന്ന രോഗികളായ എത്രയോ മനുഷ്യർക്ക് ആശ്വാസകരമായ ഒരു തീരുമാനം എടുപ്പിക്കാൻ താങ്കൾ കഴിഞ്ഞത് തീർച്ചയായും താങ്കളെ പൂർണ്ണമായും നമ്മൾ അഭിനന്ദിക്കുന്നു. ആരായാലും ഇത്തരം പാർട്ടിക്കാരുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാലും ആ പാർട്ടി പ്രവർത്തകർ ആ പാർട്ടിക്ക് തന്നെ ബാധ്യതയാണ്. അതിന് ഏത് പാർട്ടിയായാലും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഓരോ പാർട്ടികളെ, ഇത്തരം പ്രവർത്തകരാണ് അതാത് പാർട്ടികളെ പലപ്പോഴും തോൽപ്പിക്കുന്നത്. ഞാൻ പിന്നെ പാർട്ടി തോൽപ്പിക്കാനും പോയിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആളുകളോട് പെരുമാറിയാൽ സാധാരണഗതിയിൽ അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ ഈ ലോക്കലിലെ ഏതെങ്കിലും നേതാവായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷേ ആളുകൾക്ക് ദേഷ്യം ഉണ്ടാകുന്ന ആ പാർട്ടി സംവിധാനത്തോടായിരിക്കുമല്ലോ ദേഷ്യം ഉണ്ടാകുന്നത്. നടന്നില്ല, നല്ല പരിപാടിയായിരുന്നു. ശരി, ഓക്കെ. ശ്രീ രമേശാണ്, രമേശ് സുകുമാരൻ, പാലക്കാട്. ശ്രീ രമേശ് സുകുമാരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ കിരൺ, ഞാൻ യൂട്യൂബിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് പെട്ടെന്ന് കോൾ ചെയ്തത്. അതായത് ഇത് നിയമം കേരളത്തിൽ നടപ്പിലാക്കിയതാണോ അതോ ബംഗാളിൽ നടപ്പിലാക്കിയതിനെ കുറിച്ചാണോ വിഷയം? അല്ല, ഇത് കേരളത്തിൽ ഇത് നേരത്തെ തന്നെ എല്ലാ സംസ്ഥാനത്തും നടപ്പാക്കിയതാണ്. കേരളത്തിൽ താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചമാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഈ കോളാമ്പിയുടെ ഉപയോഗം ഇല്ല എന്നല്ല പറയുന്നത്. നമ്മൾ പല പോലീസുകാരോടും അടക്കം അന്വേഷിച്ചു. കോളാമ്പി ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്പീക്കറിനകത്തൊക്കെ വെച്ച് കോളാമ്പികൾ ചില സ്ഥലങ്ങളിലെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വ്യാപകമായി അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പണ്ടായിരുന്നു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 15-20 വർഷം മുമ്പാണെങ്കിൽ കേരളത്തിലെ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും എല്ലായിടത്തും കോളാമ്പികളുടെ ഒരു നിരയായിരുന്നു. കോളാമ്പി വെച്ചായിരുന്നു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്ത് സൗണ്ട് കേൾക്കാവുന്ന കോളാമ്പികളായിരുന്നു. അതൊക്കെ മാറി. പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം 55 ഡെസിബൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇരട്ടി സൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഉത്സവങ്ങളുണ്ട്, പള്ളികളിലുണ്ട്, ക്ലബ്ബുകളുടെ ഈ DJ പാർട്ടിയുണ്ട്. അതൊക്കെ മനുഷ്യൻ്റെ നെഞ്ചിടിക്കാന്ന് വെച്ചാൽ പ്രായമായ മനുഷ്യർ നിന്നാൽ വിറച്ചു വീഴുന്ന സൗണ്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന DJ പാർട്ടികളുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു നിയന്ത്രണം വേണ്ടതല്ലേ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഓക്കെ, വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് വീടുകളിൽ പാട്ട് വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതായത് ടേപ്പ് റെക്കോർഡറിലും ഉച്ചത്തിൽ വെക്കുന്ന ശീലം എന്റെ വീട്ടിലൊക്കെ പണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ കഴിഞ്ഞു, ആ കാലഘട്ടം മാറി. ഇപ്പോഴും ഈ കോളാമ്പിയും സ്പീക്കറും കൊണ്ട് ഈ മതപരമായ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ കാലഘട്ടം പെട്ടുപോയി. ആ ചിന്താഗതിയൊക്കെ മാറ്റി തന്നെ വേണം. അതിൽ പൂർണ്ണ സപ്പോർട്ടാണ്. ഇതിന് ഞാനൊരു വ്യക്തിമും കൂടിയാണ്. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം എനിക്ക് ഇതിന്റെ പേരിൽ, ഈ ശബ്ദ മലിനീകരണത്തിന്റെ പേരിൽ എന്റെ വീട്ടിൽ റെനോവേഷന് വേണ്ടി ചെലവായത് 2 ലക്ഷം റുപ്പീസാണ്. ഈ ശബ്ദം കാരണം. എന്റെ വീട് 4 കെട്ട് ടൈപ്പാണ്.
4 കെട്ട് ടൈപ്പ് ഹൈറ്റ് ഉള്ളിൽ ഓപ്പൺ ആണ്. അപ്പോ ഈ ശബ്ദ മലിനീകരണം കാരണം 4 കെട്ടും വേണ്ട 16 കെട്ടും വേണ്ട, അവിടെ തട്ടി റൂഫ് തട്ടി മാറ്റി അതിനെ ക്ലോസ് ചെയ്ത് സീലിംഗ് ഇട്ട് ഒരു അപ്രോക്സിമേറ്റ് 2+ ലാക്ക് ഞാൻ ചെലവാക്കിയാണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ. അപ്പൊ ഇത് വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ എനിക്ക് ആ 2 സംതിങ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ശബ്ദ മലിനീകരണമാണോ ഉണ്ടായത്? അതെ. ഒരു സൈഡിൽ നിന്ന് ഉറപ്പായിട്ട് പറയാം, സ്വാമി അയ്യപ്പോ എന്നുള്ള പാട്ട് രാവിലെയും വൈകുന്നേരവും പാട്ട്. മറ്റേ സൈഡിൽ നിന്ന് സ്വാഭാവികമായിട്ടും പള്ളി. പിന്നെ ഇപ്പൊ പള്ളികളിൽ ചില ഒരു പുതിയ രീതികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പള്ളിയിൽ പറയാൻ കാരണം കണ്ടതുകൊണ്ടാണ്. അതായത് പെരുന്നാളിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ പെരുന്നാൾ നടക്കുന്ന മാസം മുഴുവൻ ഒരു 1 month 6 to അപ്രോക്സിമേറ്റ് 9 അല്ലെങ്കിൽ 6:30 to 9 മണി വരെ പ്രഭാഷണമാണ്. അത് ഉച്ചത്തില്. അത് എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും വൈകിട്ടാണ് വീടെത്തുക, കുറച്ച് വൈകും, രാത്രിയാവും. പക്ഷെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നേരത്തെ വന്നു. അപ്പോഴാണ് എന്നെ ഒരു ഗസ്റ്റ് കല്യാണം ക്ഷണിക്കാൻ വന്നായിരുന്നു. ആ സമയത്ത് വൈകുന്നേരമാണ് വന്നത് എന്നെ കാണാലോ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അവർക്ക് ക്ഷണിക്കാൻ പറ്റിയില്ല. അതായത് വാക്കാൽ ക്ഷണിക്കാൻ പറ്റിയില്ല. കാർഡ് തന്നിട്ട് ഒരു ഓടി. എന്താ വെച്ചാൽ അത്രയും ശബ്ദ മലിനീകരണമായിരുന്നു. അപ്പൊ അതിലടച്ചിട്ട് രക്ഷയില്ല. എന്റെ വീട് 4 കെട്ട് ടൈപ്പാണ്. അപ്പോ അന്ന് തീരുമാനിച്ചു പിന്നെ ഒരു 1 month പൊളിച്ചു മാറ്റി. മീൻസ് വീടല്ല, വീടിന്റെ റൂഫ് പൊളിച്ചു മാറ്റി അടച്ച് സീലിംഗ് ഒക്കെ ഇട്ട് ഇപ്പൊ സമാധാനം, സ്വസ്ഥം. അപ്പൊ ഇത് നല്ല തീരുമാനമാണ്. ഇത് സ്പീക്കർ തന്നെ ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയാ. സ്പീക്കർ അടക്കം വേണ്ട. അതിന്റെ ഒന്നും ആവശ്യം, ആ കാലം കഴിഞ്ഞു. ഈ പാട്ടും ദൈവത്തിനെ പാട്ട് കേൾപ്പിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്താ പറയാ, അതൊന്നും അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. അത് മാറണം. ഞാൻ ഗൾഫിൽ ജീവിച്ച ഒരാളാണ്. അവിടെ പള്ളിക്ക് അകത്ത് മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂ. ദുബായിലാണ്, മീൻസ് ഇസ്ലാമിക രാജ്യമാണ് ഞാൻ പറയാണ്. അവിടെ ബാങ്ക് വിളിയാണെങ്കിലും പള്ളിക്ക് പുറത്ത് വരില്ല ശബ്ദം. അപ്പൊ അത് നമ്മൾ കണ്ടുപഠിക്കണ്ടേ? താങ്കളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. പള്ളിയായാലും അമ്പലമായാലും നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല അവരുടെ ആഘോഷങ്ങളായാലും ഇനി ആചാരമായാലും എന്തായാലും നടപ്പാക്കേണ്ടത്. നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. ശ്രീ രാജീവാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കാരണം ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്, ഒരു ഹിന്ദുവാണ്. പറയട്ടെ. അപ്പം എന്റെ അഭിപ്രായം പറഞ്ഞ ഇന്ന് ഇത് എടുത്തതൊരു ഭയങ്കര നല്ല കാര്യം. ഈ അമ്പലങ്ങളിലും പള്ളികളിലും പണ്ടത്തെ കാലത്ത് നമ്മളെയൊക്കെ കൊച്ചിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ ഇതൊന്നും ആർക്കും ഇഷ്ടമല്ല. 99% ആൾക്കാർക്കും ഈ സൗണ്ട് ഒന്നും ആർക്കും ഇഷ്ടമല്ല. അതുമല്ല, ഈ അസുഖക്കാർ ഇപ്പൊ എല്ലാ വീട്ടിലും അസുഖമില്ലാത്തവർ ആരുമില്ല. അപ്പം ഇവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അമ്പലങ്ങളിലായാൽ തന്നെ അവർ മെയിൻ റോഡുകളിൽ കൊണ്ടുവന്ന് ബോക്സ് വെക്കും. എന്നിട്ട് അതിനകത്ത് എന്തോ സ്പീക്കർ അത് ബോക്സിനകത്ത് മറ്റേ കോളാമ്പി കയറ്റി വെച്ചിട്ട് വെക്കും. എന്നിട്ട് ഈ ഉള്ളിലോട്ടുള്ള വശങ്ങളിലെല്ലാം കോളാമ്പി കൊണ്ടുവന്ന് കെട്ടി വെക്കും. അപ്പൊ അതിന്റെ ഒന്നും കാര്യമില്ല. ഇത് അമ്പല ഗ്രൗണ്ടിൽ പരിപാടി നടത്തണം, അമ്പല ഗ്രൗണ്ടിൽ മാത്രം കേൾക്കണം. നമ്മൾ പോയി തൊഴുവാനുള്ള തൊഴിലാ പോരെ. നമ്മളെന്തിനാ വേറെ ആളെ ശല്യം ചെയ്യുന്നത്? പണ്ടത്തെ കാലമല്ല. ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. DJ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രി ഉത്സവത്തിന് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഞാൻ ഈ സെറ്റാഴ്ചയൊക്കെ കാണാൻ ഈ ജംഗ്ഷനിൽ പോയിരുന്നു. ജംഗ്ഷനിൽ പോയി നോക്കുമ്പം ഈ ബോക്സ് കെട്ടിയ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടാണ് ഇത് ഓണാക്കുന്നത്. അപ്പം ഇത് ഓണാക്കുന്ന സമയത്ത് ഞാനും എന്റെ വൈഫും എല്ലാവരും ഉള്ളവരും എല്ലാം കൂടെ അവിടെ നിന്ന് ഇത് കണ്ടോണ്ടിരിക്കുക. അന്നേരം അതിന്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു. കടയിൽ സെൽഫിൽ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. ഇതങ്ങോട്ട് ഓൺ ചെയ്ത് ഞാൻ കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. ആ സെൽഫിൽ ഇരുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കുലുങ്ങി അങ്ങ് തറയെ വീഴുക. എന്നിട്ടൊന്നും നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. നെഞ്ചത്തോട്ടങ്ങ് ഇടിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾ യഥാർത്ഥത്തിൽ ഞാനൊരു ദൈവവിശ്വാസിയായി. എനിക്ക് ഇതിനകത്ത് വലിയ താല്പര്യമില്ല. പാട്ട് വേണം, അത് ചെറിയ രീതിയിൽ വെക്കണം, അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. പണ്ടത്തെ കാലമല്ല, കുട്ടിയൊക്കെ പഠിക്കണം. അതുമല്ല സാറേ, ഇപ്പൊ ഒരു വീട്ടിലെ 2 or 4 പേരുണ്ടെങ്കിൽ 3 പേർക്കും അസുഖം, 4 പേരുണ്ടെങ്കിൽ 3 പേരും അസുഖക്കാരെ. എല്ലാവർക്കും ഇപ്പൊ അസുഖം. അതുകൊണ്ട് ഇത് കഴിവതും കേൾക്കണം, കഴിവതും. അത് എല്ലാവരും, ഈ ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കൾ, ഇതിനെല്ലാം സഹകരിച്ച് അതിനൊരു തീരുമാനം കണ്ട് പോകുന്നതാണ് നല്ലത്. പണ്ടത്തെ കാലമല്ല. പണ്ട് എന്റെ കൊച്ചിലേക്കെന്ന് പറഞ്ഞാൽ 3-4 കിലോമീറ്റർ ദൂരത്തിൽ ഇത് കെട്ടിവെച്ച് 3-6 കെട്ടിവെച്ച് കേട്ട് അന്ന് ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കണം. പക്ഷെ ഇന്നുള്ള തലമുറയ്ക്ക് ഇതൊന്നും കേൾക്കണ്ട. അവർക്ക് ശാന്തത വേണം,
പിന്നെ പയ്യെ സൗണ്ട് വേണം, അതെല്ലാം അങ്ങ് പഠിക്കണം, അസുഖക്കാരും കാര്യങ്ങളും ഒക്കെ. അതൊരു നല്ല കാര്യം. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തത് നല്ലൊരു കാര്യം. എൻ്റെ അഭിപ്രായം, ഞാനൊരു ദൈവവിശ്വാസിയും കൂടെ. നമ്മളെന്തിനാ ഇല്ലാത്ത കാര്യം? നമുക്ക് ദൈവവിശ്വാസം, ഞാൻ അമ്പലത്തിൽ പോയി തൊഴുന്ന ആളുമോ, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഒരു മുസ്ലിം പള്ളി കണ്ട അവിടെ ഞാൻ കൈ കൂപ്പും, ക്രിസ്ത്യൻ പള്ളിയെ കണ്ട കൈ കൂപ്പും. പക്ഷെ നമുക്ക് ഈ ദൈവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ 4-5 കോളാമ്പിയും കെട്ടി അവിടെ ഇവിടെ എല്ലാം നാട്ടുകാരെ അറിയിപ്പിക്കുന്നൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമായിരുന്നു താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ രാജീവ്. കേരളത്തിലെ ഇപ്പോൾ വിശ്വാസികളാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം. വിശ്വാസികളായ മനുഷ്യരൊക്കെ ഏത് ആരാധനാലയം, ഏത് മതത്തിൻ്റെ ആരാധനാലയം കാണുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ദൈവവിശ്വാസമുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിനോട് ഒന്ന് വണങ്ങുക എന്നുള്ള രീതിയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഓരോ മതക്കാരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അത്രത്തോളം വലുതാണ്. അതിനെതിരെ പ്രതികരിക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതിൻ്റെ വേദന കൂടിയാണ് പല പ്രേക്ഷകരും പങ്കുവെക്കുന്നത്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പതിപോലെ ആദ്യം തന്നെ നമസ്കാരം പറഞ്ഞിരിക്കുന്നു. വൈൽ മഹാത്മാഗാന്ധി വാസ് ഡൂയിങ് ഹിസ് സ്പീച്ച് ഡ്യൂറിംഗ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് there were pin drop silence by local poor uneducated people. If the message is clear, no need of loudspeaker എന്നാണ് പറയുന്നത്. ഗാന്ധിയുടെ കാലത്ത് ഉണ്ടാക്കിയത്. ഇപ്പോൾ ലൗഡ് സ്പീക്കർ വേണ്ട എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. ലൗഡ് സ്പീക്കറൊക്കെ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാം, പക്ഷേ അതിന് ഒരു പരിധി വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഉപയോഗിക്കരുത് എന്നൊന്നും ആരും പറയുന്നില്ല. വാഹനങ്ങൾ, ഹോണുകൾ, പരസ്യവാഹനങ്ങളിലെ ശബ്ദകോലാഹലം, ഘോഷയാത്രയിലെ സ്പീക്കറുകൾ, പൊതുയോഗങ്ങളിലും ദേവാലയങ്ങളിലുമുള്ള കൊളാമ്പികൾ, ശബ്ദശല്യം, പൊതുജനാരോഗ്യത്തിന് ഭീഷണി ഉയർന്നു, എല്ലാം നിർത്തണമെന്നാണ് ഡോക്ടർ MP മണി പറയുന്നത്. ജയകുമാറൊക്കെ നമസ്കാരം പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു, ഈ വിഷയം പല പ്രാവശ്യം ചർച്ച ചെയ്യുന്നതാണ്, ഇപ്പോൾ ഇത് വളരെ കുറഞ്ഞിട്ടുണ്ട്, എത്രയെത്ര ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങൾ, അതൊന്നും ചർച്ച ചെയ്യരുത്. ശശിധരൻപിള്ളയ്ക്ക് എന്നും പരാതിയാണല്ലോ ശ്രീ ശശിധരൻപിള്ള. ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ? കേരളത്തിൽ നിരന്തരം ഇനിയിപ്പോൾ ഓണപരിപാടികൾ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പം ഉത്സവങ്ങൾ അങ്ങോട്ട് സീസൺ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഈ സമയത്തെല്ലാം ഈ ബുദ്ധിമുട്ടുന്ന എത്രയെങ്കിലും ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുണ്ട്. അവർ ആ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, പ്രായമായവർ, രോഗികളായ ആളുകൾ, ഇവർക്കൊക്കെ ശബ്ദം കേൾക്കുന്നത് ഈ സഹിക്കാൻ വയ്യാത്ത ശബ്ദം കേൾക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണെന്ന് ശ്രീ ശശിധരൻപിള്ള മനസ്സിലാക്കേണ്ടത്. അത് ഗൗരവമായ വിഷയം തന്നെയാണ്, ഇതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തതും. ടെലിവിഷൻ കൂടി നിരോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരേ വാർത്ത പലതരത്തിൽ വളച്ചൊടിച്ചാണ് പല ചാനലുകളും ജനങ്ങളെ വിട്ടുകളാകുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ ഏത് ടെലിവിഷൻ ചാനൽ എങ്ങനെയൊക്കെ വളച്ചൊടിച്ചാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഉള്ളവരാണ് മലയാളികൾ. അല്ലാതെ ടെലിവിഷൻ വാർത്ത കണ്ടോ പത്രത്തിലെ വാർത്ത കണ്ടോ ഒന്നുമല്ല അവർ രാഷ്ട്രീയമാരും സത്യം തീരുമാനിക്കുന്നത്. ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ അവരുടെ അജണ്ട ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാൻ കഴിയാൻ ശേഷിയുള്ള ആളുകളൊക്കെ തന്നെയാണ് കേരളത്തിലുള്ള. അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയമൊക്കെ വേറെ അവസ്ഥയിൽ പോയേനല്ലോ. അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആളുകൾക്കറിയാം ഓരോ പത്രമായാലും ചാനലായാലും അവർ കൊടുക്കുന്നതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ ചായ്വ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മതപരമായ ചായ്വ് ഉണ്ടെങ്കിൽ അത്, ഇനി ബിസിനസ് താല്പര്യം ഉണ്ടെങ്കിൽ അത്, അതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം പേരും എന്തായാലും മലയാളികളായിട്ടുള്ളത്. നമസ്കാരം മുരളീധരൻ നായർ, എവിടെയാണ് ഇന്നലെ വന്നത്? മിനിഞ്ഞാന്ന് നമ്പർ തരാമെന്ന് പറഞ്ഞ് കണ്ടില്ലായിരുന്നു ചോദിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങൾ നടക്കുന്ന പെൻഷൻ്റെ പേരുള്ള തട്ടിപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ നടപടിയെക്കുറിച്ച് ചർച്ച വേണ്ടതൊക്കെ ശശിധരൻപിള്ള ചോദിക്കുന്നു. പിന്നെ സുനിൽകുമാർ ജയൻ നമസ്കാരമൊക്കെയാണ് സുനിൽകുമാർ പറയുന്നത്. സുനിലെ, പാർട്ടിക്കാരുണ്ടാക്കുന്ന ശബ്ദമലിനീകരണത്തെ പറ്റി ആരും പറയുന്നില്ല. പാർട്ടിക്കാരല്ല, ആരായാലും ഉണ്ടാക്കുന്നത്. സാധാരണ അങ്ങനെ ഈ ശബ്ദമലിനീകരണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പാർട്ടിക്കാരല്ല, അത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് കൂടുതൽ ശബ്ദമലിനീകരണം. പാർട്ടിക്കാർ കൂടിപ്പോയാൽ അവർ ഒരു മൈക്ക് വെക്കുമായിരിക്കും. ആ മൈക്ക് വെച്ചാൽ തന്നെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്കുള്ള മൈക്കുകളൊന്നും ഏത് പാർട്ടിക്കാരായാലും അങ്ങനെ ഉപയോഗിക്കുന്ന കേരളത്തിൽ അങ്ങനെ പതിവില്ല. അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ അമ്പലങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ക്ലബ്ബുകളോ ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദമലിനീകരണത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയക്കാരുണ്ടാക്കുന്നത് വളരെ കുറവാണ് എന്നുള്ളത് പറയുന്നത്. എല്ലാത്തിനും രാഷ്ട്രീയക്കാരെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലോ. പാറ്റക്കൂട്ടത്തിൽ പാകിസ്ഥാൻ കയറിയത് അറിഞ്ഞില്ല, അത് ചർച്ച ചെയ്യാൻ പൊടിയാണേ എന്ന് പറയും. പേടിയാണെന്നായിരിക്കും വിജയകുമാർ ഉദ്ദേശിച്ചത്. പാറ്റക്കൂട്ടത്തിൽ പാകിസ്ഥാൻ കയറിയോ അമേരിക്ക കയറിയോ എന്നുള്ള വിഷയം ഇന്ത്യയിലെ യുവാക്കൾ സമരം ചെയ്തു. ആ സമരത്തെ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ തന്നെ മന്ത്രി രാജിവെക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി പാകിസ്ഥാൻ കയറി, അഫ്ഗാനിസ്ഥാൻ കയറി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അമ്പലത്തിലും പള്ളിയിലും ഉത്സവങ്ങളും പെരുന്നാളും ഒഴികെയുള്ള സമയങ്ങളിൽ മൈക്ക് ഉപയോഗിക്കുന്നത് കോമ്പൗണ്ടിൽ ഒതുങ്ങുന്ന രീതിയിലാവണമെന്ന് സുനിൽകുമാർ പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു, ചാനൽ ചർച്ചകൾ ശബ്ദമലിനീകരണം കാരണം TV ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അതിനെന്താണ് പറയുക? TV ഓഫ് ചെയ്താൽ മതി, അതിന് പരിഹാരമുണ്ട്. മറ്റേ നമ്മുടെ സൈഡിൽ വെക്കുന്ന മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞ സൗണ്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലോ. നമ്മുടെ വീട്ടിലെ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം ഏത് സമയത്ത് വേണമെങ്കിലും. അത് ഇഷ്ടമില്ലെങ്കിൽ ആ ചാനൽ കാണണ്ട, അടുത്ത ചാനൽ കാണാം, അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് വെച്ച് ആ ചാനൽ കാണാം, അത് കുഴപ്പമില്ല. കിരണിൻ്റെ ശബ്ദം തന്നെ കേൾക്കുന്നത് ചെകിടടയ്ക്കുന്നു എന്നാണ് ശശിധരൻപിള്ള പറയുന്നത്.
ശശിരൻപിള്ളയെങ്കിൽ പിന്നെ ഇത് കേൾക്കാതിരിക്കുക എന്നുള്ളതല്ല. അതിപ്പോൾ എൻ്റെ ശബ്ദം അത്ര മനോഹരമായ ശബ്ദമൊന്നുമല്ല. എൻ്റെ ശബ്ദത്തിന് എൻ്റേതായ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കേട്ട് ശശിരൻപിള്ളയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കൾ അത് കേൾക്കാതിരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് എന്ത് പറയാൻ കഴിയും? എൻ്റെ സൗണ്ട് ഇനി നന്നാക്കി യേശുദാസിനെ പോലെ ആക്കാനോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിലാക്കാനൊന്നും ഇനി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശശിരൻപിള്ളയുടെ അഭിപ്രായം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി വായിച്ചില്ല എന്നൊരു വിഷമം ഒരിക്കലും വേണ്ട. അദ്ദേഹം വീണ്ടും കുറേ കിരണിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് കോളാമ്പി തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ശശിരൻപിള്ള. എന്തായാലും അദ്ദേഹത്തിന് തീരെ സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും അതെല്ലാം വായിക്കുന്നുണ്ട്. ജനോപകാരപ്രദമായ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും ധീരമായ തീരുമാനം എടുക്കാൻ സർക്കാരുകൾ മടിക്കുന്നു. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് തീരുമാനം അനുമോദിക്കേണ്ടത് തന്നെയാണെന്ന് നന്ദകുമാർ പറയുന്നു. വെസ്റ്റ് ബംഗാൾ സർക്കാർ മാത്രമല്ല, നമ്മുടെ സർക്കാരുകളൊക്കെ എത്രയോ കാലം മുമ്പേ അവിടെയൊക്കെ ഇപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കർശനമായി നടപ്പാക്കുന്നത്. കോളാമ്പിയൊക്കെ കേരളത്തിൽ മഹാഭൂരിപക്ഷ സ്ഥലത്ത് നിരോധിച്ചിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതായിട്ട് എത്രയോ കാലമായി. വളരെ അപൂർവമായി മാത്രമാണ് ഇപ്പം കോളാമ്പികളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും വഴിനീളെ ചെയ്വ് പൊട്ടിക്കുന്ന ശബ്ദത്തിലാണല്ലോ മൈക്ക് ഉപയോഗിക്കുന്നതെന്നൊക്കെ ജയകുമാർ ചോദിക്കുന്നു. ഒരു നാളിലും ഉത്സവങ്ങളും നിരോധിക്കുക, പാർട്ടി സമ്മേളനങ്ങൾ വർദ്ധിപ്പിക്കുക, കഴിയുമെങ്കിൽ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടുക, എന്താ മതിയോ എന്ന് ശശിരൻപിള്ള ചോദിക്കുന്നു. ശ്രീ ശശിരൻപിള്ള, ഇവിടെ ആരാധനാലയം അടച്ചുപൂട്ടണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആരാധനാലയം ഒരു ആരാധനാലയം കത്തിപ്പോയാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും പലതരം അഭിപ്രായങ്ങൾ കാണും. അത്തരം അഭിപ്രായങ്ങളെല്ലാം കൂടി ചേരുന്നതാണ്. ആരാധനാലയം വേണ്ടവർക്ക് പോകാം, അതിന് വേണ്ട എന്ന് പറയുന്നവർക്ക് അത് വേണ്ട എന്ന് പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അല്ലാതെ അതിൽ വികാരമൊന്നും കൊള്ളതുകൊണ്ട് കാര്യമില്ല. എല്ലാ അവകാശങ്ങളുടെ ചേരുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ചില വീടുകൾ കല്യാണ പാർട്ടി നടത്തുന്നവർ ഈ പരിപാടി നടത്തുന്നു എന്നൊക്കെ പറയുന്നു. പലവിധ ദുരന്തങ്ങൾ കൊണ്ട് കേരളം ഒന്നടങ്കം കേഴുമ്പോൾ മൈക്ക് വിഷയം ചർച്ചയ്ക്ക് വെച്ചത് ആരെയൊക്കെയോ വിഷമിപ്പിക്കാതിരിക്കാൻ തന്നെ എന്ന് പറയുന്നു. എന്താണ് ശ്രീ എ കെ കൃഷ്ണൻകുട്ടി ഇന്നിപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ടതായ പ്രത്യേകിച്ചൊരു വിഷയം വന്നത്? നമ്മൾ പ്രധാനപ്പെട്ട മഴയുടെ വിഷയത്തിൽ ഉള്ള വിഷയങ്ങളും എല്ലാം എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതല്ലേ? അപ്പോൾ ഓരോ ദിവസം എല്ലാ വിഷയം തന്നെ വന്നിട്ട് വിഷയം തന്നെ താങ്കൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തന്നെ എല്ലാ ദിവസവും ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ അത് പ്രയാസമാണ്. എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യും. ന്യൂസ് 18 ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു, ആരെ സൂചിപ്പിക്കാമെന്ന് പറയുന്നത്. ഇത് ജനകീയ പ്രശ്നമായിട്ട് ശ്രീ കൃഷ്ണൻകുട്ടിക്ക് തോന്നുന്നില്ലെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. എനിക്കിതൊരു ജനകീയ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. കേരളത്തിൽ എവിടെയായാലും ഈ ശബ്ദമലിനീകരണത്തിൻ്റെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുണ്ട്. ഇപ്പോൾ ഈ പൊതുവേദിയിൽ ഇതുവരെ വിളിച്ചതിനകത്ത് മഹാഭൂരിപക്ഷം പേരും അതേ അഭിപ്രായമാണ് പറഞ്ഞത്. പലരും അവരുടെ സങ്കടങ്ങൾ അടക്കം വന്നു. ഒരാൾ വീടിൻ്റെ മേൽക്കൂര മാറ്റിക്കെട്ടേണ്ടി വരുന്ന അവസ്ഥയും കേസ് കൊടുക്കാൻ പോയുള്ള അവസ്ഥയും ഒക്കെ അതിനെതിരെയുള്ള പ്രതികരണങ്ങളും ഒക്കെ പലരും പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ കോളാമ്പികളുടെ ഉപയോഗം കുറഞ്ഞുവെങ്കിൽ പിന്നെ എന്തിനാണ് കിരണ ഇവിടെ സമയം പാഴാക്കുന്നതെന്ന് ചോദിക്കുന്നു. കോളാമ്പികളുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലായിടത്തും അങ്ങനെ കൃത്യമായി നടപ്പാക്കുന്നില്ല എന്നത് തന്നെ വിഷയമാണ്. ഇതിനേക്കാൾ വലിയ പ്രശ്നം വാഹനങ്ങളിൽ അനാവശ്യമായി ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് ഓടിക്കുന്നത്. എന്നെപ്പോലെ കണ്ണട വെച്ച് 2 വീലർ ഓടിക്കുന്നവർക്ക് രാത്രി വലിയ വിഷയമാണ്. അത് പ്രധാനപ്പെട്ട വിഷയമാണ് ശ്രീ മുരളീധരൻ നായർ പറഞ്ഞത്. പലപ്പോഴും പല എതിരെ വരുന്ന ചില വാഹനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ചില ജീപ്പുകളുടെയൊക്കെ ഫ്രണ്ടിൽ വെക്കുന്ന ചില ലൈറ്റ് എതിര് വരുന്ന ആളുകളുടെ കണ്ണ് ചിമ്മിപ്പോകുന്ന തരത്തിലാണ്, വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. അതിൽ കർശനമായ നടപടി വേണ്ടതാണ്. അതുപോലെ ഡിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ നടപടി വേണ്ടതാണ്. അതിലൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ടത് തന്നെയാണ്. അൻവർ ചൂണ്ടിക്കാണി ഇദ്ദേഹം എന്താ പറയുന്നത്, ഈ ഉച്ചഭാഷണേക്കാൾ എത്ര മൊബൈൽ ഫോൺ, അതിൽ കുട്ടികൾക്ക് നിയന്ത്രണമില്ല, അവരുടെ കണ്ണും ചെവിയും ബുദ്ധിയും ലോസ്റ്റ് ആണ്. നമ്മൾ വിഷയം അതല്ല ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എ കെ കൃഷ്ണൻകുട്ടി പറയുന്നു, ഇന്ന് അപ്രസക്തമായ വിഷയം ചർച്ച ചെയ്യുന്നു, അതിനാൽ ഞാൻ പ്രതിഷേധിക്കുന്നു, അതുകൊണ്ട് ഇന്ന് വിളിക്കുന്നില്ല. അങ്ങനെ താങ്കൾക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. വിളിക്കാനും വിളിക്കാതിരിക്കാനുള്ള അവകാശം പൂർണ്ണമായും താങ്കളുടേതാണ്. താങ്കൾക്ക് അതിൽ അഭിപ്രായം പറയണമെങ്കിൽ പറയാം, പറയാതിരിക്കണമെങ്കിൽ പറയാതിരിക്കുക, അതൊക്കെ ചെയ്യാം. നമ്മൾ നിർബന്ധിച്ച് ആരെയും വിളിപ്പിക്കുന്നില്ല. രാഷ്ട്രീയക്കാർ ശബ്ദമലിനീകരണം അവസാനിപ്പിച്ച് മാതൃ കാണിക്കട്ടെ ആദ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള പെർഫെക്റ്റ് റിപ്ലൈ ടു കിരൺ ഗേവ് പെർഫെക്റ്റ് റിപ്ലൈ ടു വിജയകുമാർ എന്ന് ഷിജു കിരിയത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഇത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്.
ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലെയിനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ എനിക്ക് തോന്നുന്നു ഷിജു കിരിയത്തിൻ്റെ ഒരു മറുപടി കൂടിയുണ്ട്. കിരൺസ് വോയിസ് റിസംബിൾസ് മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് ഇത്തിരി കടത്തി പറഞ്ഞതാണ്, മറ്റേ പറഞ്ഞതിന് മോശമാണെന്ന് പറഞ്ഞതിന് എതിരായി പറഞ്ഞാണെന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഓക്കെ. നമുക്ക് ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പലപ്പോഴും ഈ വലിയ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെയൊക്കെ നടപടിയെടുക്കാൻ പോലീസിന് പലപ്പോഴും മടിയുണ്ട്, അല്ലെങ്കിൽ പോലീസ് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരമുണ്ട്, പറ. താങ്കളുടെ ശബ്ദം കേൾക്കുന്നില്ല. നമസ്തേ. നമസ്തേ സാറേ. ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ഇതൊരു അത്യാവശ്യമായ കാര്യം തന്നെ ആയിരുന്നു സാറേ. ഇത് നിർബന്ധമായിട്ട് ഇത് പാലിക്കുകയും കൂടെ വേണം. അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കിലും ഈ പരിപാടികൾ അത്യാവശ്യം ശല്യമില്ലാത്ത രീതിയിലൊക്കെ അവതരിപ്പിച്ച് പോകുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ പ്രശ്നം DJ പരിപാടി എന്നും പറഞ്ഞ് അത് കൂടുതൽ ഞാൻ കണ്ടുവരുന്നത് അമ്പലങ്ങളിലാണ്. അത് ഞങ്ങളുടെ അമ്പലങ്ങളിലുണ്ട്, 1-2 അമ്പലങ്ങളിലുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് നിർബന്ധമായിട്ടും അതിന് ഇതൊരു വലിയൊരു വിഷയം തന്നെയാണ്. ഇത് എടുത്തത് തന്നെ അപ്രസക്തമൊന്നുമല്ല, ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇതിന് ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് 18 ഇതിന് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിന് അങ്ങനെ വിഷയം പ്രസക്തമായെന്ന് കാണുന്ന ആളുകളും ഉണ്ട് എന്നുള്ള സന്തോഷം. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ. ശ്രീ KG കുമാർ, താങ്കൾ പറഞ്ഞു. ഇത് വളരെ അത്യാവശ്യമായിട്ട് നിരോധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദ മലിനീകരണം ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ ഉത്സവ സമയത്ത് ഈ ഫ്ലോട്ട് വെച്ച് കെട്ടിയിട്ട് ഭഗവാൻ പരമശിവന്റെയും പാർവതിയുടെയും കൂടെ ഫ്ലോട്ടെല്ലാം ഉണ്ടാക്കി വണ്ടിയിൽ വെച്ചിട്ട് ഫ്രണ്ടില് ഈ ഭയങ്കര നാസിക് ബാൻഡ് അതേപോലെ വെച്ച് അടിച്ച് തകർത്ത് പോവുക. അതേപോലെ അതിന്റെ മുമ്പ് അതിലിടുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും വിഷമവും ഭയങ്കര സങ്കടവും എന്നാൽ ചിരിയും വന്നിട്ടുണ്ട്. കാര്യം ഈ ഭഗവാനും ശ്രീപാർവതിയും കൂടെ ഇരിക്കുന്ന ഇത് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് കുറെ പിള്ളേർ ഡാൻസ് കളിച്ചിട്ട് അതിനകത്തിരുന്ന പാട്ട് ഏതാണ്? ഡാഡി മമ്മി വീട്ടിലില്ല, അല്ലെങ്കിൽ മന്മഥരാജ, ഇങ്ങനെയുള്ള പാട്ടുകളായിടുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അരോചകമാണ്. അത് ഭയങ്കര ശബ്ദത്തിൽ എന്ന് പറഞ്ഞാൽ അതേപോലെ ഈ നാസിക് ബാൻഡ് എന്ന് പറയുന്നത് അത് എവിടെ ഒരു 2 കിലോമീറ്ററിന് ഇപ്പുറത്ത് കേൾക്കാം. അതേപോലെ പിന്നെ കേരളത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗാളിലെ പോലെ ഈ മെയിൻ റോഡിൽ ആൾക്കാർക്ക് പോകേണ്ട വണ്ടിക്ക് പോകാൻ അനുവദിക്കാതെ റോഡിൽ നിസ്കരിക്കുന്ന പ്രശ്നമൊന്നും കേരളത്തിനെ സംബന്ധിച്ചില്ല. ഇപ്പൊ ആകെ ഒരു പൊതുസ്ഥലത്ത് നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ച് ഈ സമയത്തേ ഉള്ളൂ. അത് കടൽ തീരത്തും മൈതാനത്തും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേ ഉള്ളൂ. ഇവിടെ അങ്ങനെയുള്ളതല്ല. ബംഗാളിലൊന്നും അങ്ങനെയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഈ എല്ലാ വെള്ളിയാഴ്ചയും അങ്ങ് റോഡിൽ തന്നെ നിസ്കരിക്കുകയാണ്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അവര്. കാര്യം എന്നാ ഒരു മൈതാനമോ അങ്ങനെ എന്തെങ്കിലും ഇത് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ കോമ്പൗണ്ടിലോ, മൈതാനം ഈ സമ്മേളനമൊക്കെ നടക്കുന്ന മൈതാനത്താണെങ്കിൽ പ്രശ്നമില്ല, അത് ചെയ്യത്തില്ല. അത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഈ ശബ്ദമലിനീകരണം തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ഈ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കലത്തെ ശബ്ദമാണ്, ഭയങ്കര ശബ്ദമാണ്. ഇത് തീർച്ചയായിട്ടും ഇത് കേരളത്തിലും ഇത് നടപ്പിലാക്കേണ്ടതാണ്, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സിദ്ധാസനാണ് കണ്ണൂരിൽ നിന്നും. സിദ്ധാസൻ, താങ്കൾ എങ്ങനെയാണ്? ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു താങ്കൾ യുക്തിവാദിയാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? മുൻകാലങ്ങളിലൊക്കെ പ്രധാനമായും ഇത്തരം വിഷയങ്ങളിലൊക്കെ കേസ് കൊടുക്കുന്നത് കേരളത്തിലെ യുക്തിവാദി സംഘത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പലപ്പോഴും അവർ ബാക്കിയുള്ളവരെല്ലാവരും ഇനി എൻ്റെ മതം എന്ത് പറയും, അല്ലെങ്കിൽ മറ്റു മതം എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് ഈ പൊതുജന താല്പര്യാർത്ഥം കേസ് കൊടുക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അത് ഒരുവിധ പരിധിവരെ അതിൽ വിജയിച്ചിട്ടുണ്ട്, നിയന്ത്രണം ഒക്കെ ഉണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും അത് പാലിക്കപ്പെടുന്നില്ല.
പക്ഷേ കേസ് കൊടുക്കല്ല. ഇന്നത്തെ പ്രശ്നം വളരെ നല്ലൊരു വിഷയമാണ്. ഇന്നത്തെ വിഷയം കേൾക്കുമ്പോൾ ഇത് എടുക്കേണ്ട വിഷയം തന്നെ, പ്രസക്തമായ വിഷയമാണ്. കാര്യം ഇതിപ്പോ നമ്മൾ ഈ കേസ് കൊടുക്കല്ല വേണ്ട, ഈ മത പുരോഹിതന്മാർ തീരുമാനിക്കണം. ഇപ്പൊ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ തീരുമാനിക്കും, ആദ്യം ഞങ്ങൾ ചെയ്ത് കാണിക്കും, അല്ലെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ ചെയ്തു. ഇപ്പൊ ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ട് ഒരു 30 മീറ്റർ അടുത്ത് ഒരു മുസ്ലിം പള്ളിയാണ്. അപ്പോ ഞായറാഴ്ച ദിവസങ്ങളിൽ ആണെങ്കിലും കുറച്ച് കിടന്ന് ഉറങ്ങാൻ കേൾക്കും. ഒരു തരത്തിലും രാവിലെ സുബഹി, 12 മണിക്ക് ലുഹർ, 4 മണിക്ക് അസർ, വൈകിട്ടാകുമ്പോൾ മഗ്രിബ്, രാത്രി ഇശാ, ഈ 5 നിസ്കാരം 5 വാങ്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5:25 ഒരു അരമണിക്കൂറോളം വരുന്നുണ്ട്. ഇപ്പൊ ഒരു എനോൾസ് വാഹനം പോകുന്ന ജീപ്പ് പോകുമ്പോൾ 1/2 മിനിറ്റേ പോയി തീർന്നു. ഇത് നിങ്ങൾ ഓരോരോ മതക്കാർ, ഈ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളും നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അതുപോലെ ഈ ഇത്ര ശബ്ദം കൊണ്ട് ഇപ്പം ദൈവത്തെ ചെവിവരെ പൊട്ടിപ്പോയി. അതുമായി അനർത്ഥങ്ങൾ കാണും. ദൈവം കേൾക്കില്ല നിങ്ങൾ വിളിക്കുന്നു പറയുന്നു. ഇവിടെ അമ്മാവ് ശബ്ദമാണ്. അതുകൊണ്ട് ഈ 3 കൂട്ടക്കാരും തീരുമാനിക്കുക, ഞങ്ങളുടെ മതത്തിന് ഈ മൈക്ക് ഞങ്ങൾ ഉപയോഗിക്കുക. മുസ്ലിങ്ങൾ തീരുമാനിക്കുക, ഹിന്ദുക്കൾ തീരുമാനിക്കുക, ക്രിസ്ത്യാനി തീരുമാനിക്കുക. ദൈവത്തെ നിങ്ങൾ നല്ല പറഞ്ഞാൽ മതിയോ, ദൈവം കേൾക്കൂ. എന്തിനാണ് നിങ്ങൾ മറ്റുള്ള ആൾക്കാർ അസൗകര്യം ഉണ്ടാക്കുന്നത്? നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആദ്യമായിട്ട് തീരുമാനിക്കുന്ന ആൾക്കാരായിരിക്കും ഇതിന് ഗോളടിക്കുന്ന ആൾക്കാർ. ഏറ്റവും ആദ്യം തീരുമാനിക്കുക ഒരു മതക്കാരൻ പറയുന്നത് ഇതാ, ഞങ്ങളെ പള്ളിയിൽ ഞങ്ങൾ നാളെ പോലെ ശബ്ദ മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ മൈക്ക് ഒഴിവാക്കുന്ന പറഞ്ഞാൽ അവരെയാണ് ഞങ്ങൾ അംഗീകരിക്കുക. അതുകൊണ്ട് എല്ലാ ആൾക്കാരും തീരുമാനിച്ചിട്ട് കേസും കൊണ്ടാൽ മതിയാക്കുന്ന കാര്യമില്ല. ബാബു, എല്ലാവർക്കും നല്ല വരട്ടെ. ശരി, ഓക്കെ. എല്ലാവരും തീരുമാനിക്കേണ്ടത് ഈ ഇതൊക്കെ നടത്തുന്ന അമ്പലമായാലും പള്ളിയായാലും ഇനി മറ്റ് ക്ലബ്ബായാലും എവിടെയായാലും ആ നടത്തുന്ന സംഘാടകർ ആണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഒരു പരിധിക്കപ്പുറം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത്. അത് ആ ഒരു ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്ന വിഷയമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉത്സവമായാലും മറ്റ് പല പരിപാടികളായാലും ഒക്കെ റോഡ് അടച്ച്, എന്തിന് ഹൈവേ അടക്കം അടച്ചുകൊണ്ട് പല പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ ഉത്സവങ്ങളുടെ ഭാഗമായി മണിക്കൂറുകളോളം ആളുകൾക്ക് കിടക്കേണ്ടി വരാറുണ്ട് റോഡുകളിൽ. അങ്ങനെയൊക്കെ കിടക്കേണ്ടി വരുമ്പോൾ ഈ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം ഭീകരമാണെന്ന് ആലോചിക്കുന്നത്. നാട്ടുകാർക്ക് ചിലപ്പോൾ ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് അന്ന് അവർ അവധിയായിരിക്കും, അവരതിൽ സന്തോഷിച്ചായിരിക്കും നിൽക്കുന്നത്. പക്ഷേ യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ പ്രയാസം അത് അത്രത്തോളം വലുതാണ്. അത് തിരിച്ചറിയേണ്ടത് തന്നെയാണ്, പരിഹരിക്കേണ്ടത് തന്നെയാണ്. ശ്രീ ഷാജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കാര്യം കിരണ, ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നന്നായി ഈ ചർച്ച വെച്ചത്. അപ്പൊ ഞാൻ ആ കൊല്ലത്തുനിന്ന് ഒരു വിളിച്ച ആള് പറഞ്ഞ ആ അഭിപ്രായങ്ങളിൽ കുറെ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരുപാട് രോഗമായിട്ടും ആൾക്കാര് അവസ്ഥയില് ഈ ഉച്ചഭാഷിണിയുടെ ശബ്ദം കുറയ്ക്കുക. ഈ ഇതിലെ ഒന്നും വേണ്ട, ഇതിലിപ്പോ ഈ ഒരേ ഉന്തുവണ്ടിയിൽ പോലും ഒരേ ആക്രി സാധനങ്ങൾ വിൽക്കണ വണ്ടികളിൽ പോലും നല്ല ശബ്ദത്തിലാണ് ഈ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഡിസ്റ്റർബൻസ്. നമുക്ക് വീട്ടിലൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. ഇവരുടെ ഈ വണ്ടി വന്നാ മുട്ട വിൽക്കണ വണ്ടി, പച്ചക്കറി വിൽക്കണ വണ്ടിയൊക്കെ വലിയ ഓളയത്തില് പറഞ്ഞിട്ടാ റോട്ടിൽ കൂടെ പോണേ. പിന്നെ ഇത് മാത്രല്ല, ഈ ഉച്ചഭാഷിണിയുടെ കാര്യം മാത്രം പോരാ, ഈ കുഴിമിന്നല് പോലത്തെ സാധനങ്ങൾ ഇപ്പൊ വിഷു ആയാലും പെരുന്നാളായാലും ഒക്കെ വീടുകളുടെ ഇടയിൽ ഇത്രയും ശബ്ദ ഉള്ള വസ്തുക്കൾ പൊട്ടിക്കുന്നതില് വലിയ അസ്വസ്ഥതയുണ്ട്. അത് നിർത്തിച്ചേ പറ്റൂ. ശരി, നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമാകുന്നതുകൊണ്ടാണ്. എന്തായാലും ഈ വിഷയം എടുത്തപ്പോൾ കുറച്ച് ആളുകളെങ്കിലും അതല്ല, ഇത് വേണം, ഇതിന് അനുകൂലമായ തരത്തിലേക്ക് പ്രതികരിക്കുമെന്നാണ് ഞാൻ ഒരു കരുതിയത്. പക്ഷേ അതിനൊക്കെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ പങ്കെടുത്ത ഏകദേശം എല്ലാവരും, ഒരാളൊഴികെ അല്ലെങ്കിൽ എല്ലാവരും ഇത്തരം ശബ്ദ മലിനീകരണത്തിൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവിച്ചിട്ടുള്ളവരാണ്. പലരും അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായും ആരോഗ്യപരമായിട്ടൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ആളുകളാണ്. എല്ലാവരും ഇത്തരം ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഈ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തി എന്നതിൽ, അല്ലെങ്കിൽ അതിൽ അഭിനന്ദിച്ചു എന്നതിലൊക്കെ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വിഷയം എടുക്കുമ്പോൾ സാധാരണ എടുക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങൾ, ഒരു പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയം, ഇതിൽ രാഷ്ട്രീയമോ മതമോ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മതമോ രാഷ്ട്രീയമോ സംഘടനയോ അങ്ങനെ ഒന്നുമില്ല. ആരായാലും ഈ രാജ്യത്തിൻ്റെ നിയമം എന്താണോ ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാകുന്ന ആളുകൾ, അല്ലെങ്കിൽ നിയമം പാലിക്കാൻ ചുമതലപ്പെട്ടവർ, അത് എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം, അതിന് രാഷ്ട്രീയമായിക്കോട്ടെ മതമായിക്കോട്ടെ സംഘടന ആയിക്കോട്ടെ, ഇതൊന്നും നോക്കാതെ അത് പാലിക്കുമെന്ന് ഉറപ്പാക്കാൻ ഈ നാട്ടിലെ ഭരണ സംവിധാനത്തിനും പോലീസിനുമൊക്കെ ബാധ്യതയുണ്ട്. അതിന് അവരും തയ്യാറാവണം. കാരണം കുറേ ആളുകൾ ചിലപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും, പക്ഷേ അതിന് മറുഭാഗത്ത് കുറച്ച് ആളുകളാണെങ്കിൽ പോലും അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പ്രായമായ ആളുകൾ, കിടപ്പ് രോഗികൾ, പഠിക്കേണ്ട വിദ്യാർത്ഥികൾ, അങ്ങനെ നിരവധി പേർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതുകൂടി തിരിച്ചറിഞ്ഞ് അത്തരം നിയമങ്ങൾ കർശനമായി പാലിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പൊതുവേദിക്കും പറയാനുള്ളത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.